السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك. يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. قل انتظروا إنا منتظرون. من جاء بالحسنة فله 10 أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. صدق الله العلي العظيم. صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ചെറുവട്ടൂർ കാരുണ്യവേദി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ സമാപന ദിവസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പ്രൗഢമായ വേദിയിൽ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയരായ മുഹമ്മദ് തൗഫീഖ് ബാഖവി ഉസ്താദ് അവർകൾ, പരിപാടിയുടെ അനുഗ്രഹീത സാന്നിധ്യം സയ്യിദ് റഫീഖ് തങ്ങൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സിദ്ദീഖ് റഹ്മാനി ഉസ്താദ് അവർകൾ, ജാഫർ ബാഖവി ഉസ്താദ് അവർകൾ, അതുപോലെ മഹത്തായ നമ്മുടെ സംഘടനയുടെ ഈ ചാരിറ്റി ട്രസ്റ്റിന്റെ കരുത്തരായ കമ്മിറ്റി ഭാരവാഹികൾ, എന്നെ ഈ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ച ഷമീർ, അതുപോലെ ഈ മഹത്തായ വേദിയിൽ പ്രവിഷ്ടരായിരിക്കുന്ന സ്നേഹനിധികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.
നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിയോടെ ലോകത്തോട് വിട പറയാനും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഭക്ഷണം നൽകിയ ഒട്ടുകാർ അല്ലാഹു അവരുടെ വീട്ടിലും കുടുംബത്തിലും മക്കളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സമ്പാദ്യങ്ങളിലും കച്ചവടങ്ങളിലും അല്ലാഹു അഭിവൃദ്ധി നൽകട്ടെ. എല്ലാവിധ ശർറായ ഖളാഇൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലാഹു അവരെയും നമ്മെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. സമയം ഏകദേശം 10 മണിയോളം, ഏകദേശം 9:45 ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സംഘാടകർ ചെയ്യുന്നത് വളരെ മഹത്തായ, നമ്മളൊക്കെ കൂടെ നിൽക്കേണ്ട, അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ കാരണമാകുന്ന അമലുകളാണ്. ഞങ്ങളൊരു ആ ബാക്കിൽ കസേര ഇടുന്ന ആളുകളുണ്ടല്ലോ, ആ കസേര മുമ്പിൽ വന്നിട്ടുണ്ട്. ആ കസേര സെറ്റോടുകൂടി ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചിട്ട് അടുത്തിരുത്തണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ലോങ്ങിൽ ദൂരത്ത് നിൽക്കുന്ന ആളുകളോട് പ്രസംഗിക്കാൻ ഭയങ്കര പ്രയാസമാണ്. മാക്സിമം നിങ്ങൾക്ക് കഴിയുമെങ്കിലും ഒന്ന് അടുത്ത് ഇവിടൊക്കെ വന്നിട്ട് ഇരുന്നാൽ നല്ല സുഖമായിരുന്നു. ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ മാഷാ അല്ലാഹ് അന്ന് അടുത്ത് വന്നിട്ട് ഇരുന്നോളൂ. ഇവിടെ ഇരുന്നോളൂ, ഇവിടെ ഇരുന്നു. നിങ്ങൾക്കും സുഖമാണ്, എനിക്കും സുഖമാണ്. ഇവിടെ കയറിക്കോളൂ, ഇവിടെ ഇരുന്നു. നമ്മളെന്തിനാ കുറെ ദൂരത്ത് പോയിട്ടിരിക്കുന്നത്? എല്ലാവരും നിങ്ങൾക്ക് മുമ്പിലുള്ള ഒഴിഞ്ഞ കസേരയിൽ കയറിയിരിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളൊന്ന് സ്റ്റേജിലെല്ലാം കയറിയിട്ട്, ഒന്നിവിടെ കയറിയിട്ട് ബോക്സിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിലേക്ക് മുൻകടക്കുന്നവർ എന്നൊരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. والسابقون السابقون أولئك المقربون. നമ്മളൊക്കെ ഈ മഹത്തായ ആയത്ത് ഒരുപാട് തവണ പാരായണം ചെയ്തവരുണ്ടാകും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമായി പാരായണം ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅയിലാണ് ഈ മഹത്തായ ആയത്ത് അല്ലാഹു പ്രതിപാദിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജൻ വബുസ്സത്തിൽ ജിബാലു ബസ്സാ فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين
على سرر موضونة متكئين عليها متقابلين. എല്ലാ ദിവസവും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നവർ ഒന്ന് കൈപൊക്കെ. സൂറത്തുൽ വാഖിഅയിലാണ് ഈ മഹത്തായ ആയത്ത് അല്ലാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുകയാണ്. മരണാസന്നമായ രീതിയിൽ അവസാന ശ്വാസം വലിച്ചുകൊണ്ട്, അഥവാ അദ്ദേഹം രോഗിയായി രോഗത്തോട് വിട പറയാനിരിക്കുന്ന സമയത്താണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിക്കാനിടയായത്. രോഗികളെ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് മറ്റൊരാളോടുള്ള കടമയാണ് എന്നാണ്. ഒരു സത്യവിശ്വാസിക്ക് മറ്റൊരു സത്യവിശ്വാസിയോട്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ഏകദേശം 6ഓളം കടമകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 6ഓളം കടമകളുണ്ട്. അതിലൊന്നാണ് ആളുകൾ രോഗികളായാൽ, അഥവാ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മളുമായി ബന്ധമുള്ള നമ്മുടെ കുടുംബക്കാരോ ആരെങ്കിലും, നമ്മുടെ അയൽവാസികളോ ആരെങ്കിലും രോഗിയായാൽ അവരെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ 6 ബാധ്യതകളിൽപ്പെട്ട ഒരു ബാധ്യതയാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വിഷയം, ലിൽ മുഅ്മിനി അലൽ മുഅ്മിനി 6 ഖിസാലിൻ. ഒരു സത്യവിശ്വാസിക്ക് മറ്റൊരു സത്യവിശ്വാസിയോട് പരസ്പരം 6 കടമകളാണുള്ളത്. അതിലൊന്ന് യഊദുഹു ഇദാ മരിദ, രോഗിയായാൽ സന്ദർശിക്കണം. അത് നമ്മുടെ ബാധ്യതയാണെന്നാണ്, നമ്മുടെ ഔദാര്യമല്ല. ആരെങ്കിലും രോഗിയാകുമ്പോ അവരെ പോയി സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 2 വയശ്ഹദുഹു ഇദാ മാത്, മരണപ്പെടുകയാണെങ്കിൽ ആ മയ്യിത്തിനെ സന്ദർശിക്കാൻ പോകണം, മയ്യിത്ത് കാണാൻ പോകണം, മയ്യിത്തിന്റെ ജനാസ പിന്തുടരണം. ഇതൊക്കെ സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. 3 വയുജീബുഹു ഇദാ ദഅാഹു, സൽക്കാരത്തിനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്, പ്രത്യേകിച്ച് സൽക്കാരങ്ങൾക്കൊക്കെ ക്ഷണിക്കുകയാണെങ്കിൽ വയുജീബുഹു ഇദാ ദഅാഹു, ക്ഷണിച്ചാൽ ഉത്തരം നൽകണം. കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകണം, വിരുന്നിനും സൽക്കാരങ്ങൾക്കും ക്ഷണിച്ചാൽ പോകണം. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. വയുസല്ലിമു അലൈഹി ഇദാ ലഖിയഹു, അവനെ കാണുമ്പോൾ അവരോട് സലാം പറയണം. 4ാമത്തെ ബാധ്യത. വയുശമ്മിതുഹു ഇദാ അതസ്, തുമ്മുകയാണെങ്കിൽ അയാൾ അൽഹംദുലില്ലാ എന്ന് പറയും. തുമ്മുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് യർഹമുകല്ലാ എന്ന് പറയണം. ഒരാള് തുമ്മുകയാണെങ്കിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. അതുപോലെ പുറത്തുനിന്ന് യർഹമുകല്ലാ എന്ന് പറയും. തിരിച്ച് യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് പറയണം.
വയൻസഹുഹു ഇദാ ഗാബ ഔ ഷഹിദ. നിങ്ങളുടെ മുമ്പിലാണെങ്കിലും നിങ്ങളുടെ അഭാവത്തിലാണെങ്കിലും പരസ്പരം ഉപദേശിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. നിങ്ങളുടെ അടുത്തുണ്ടാകുന്ന സമയത്ത് അവരുമായി അവരുടെ തെറ്റുകൾ കാണുമ്പോൾ അത് തിരുത്തി കൊടുക്കണം. നന്മകൾ കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കണം. നന്മ കാണുമ്പോൾ അവരതിന് പ്രോത്സാഹിപ്പിക്കണം. തെറ്റ് കാണുമ്പോൾ ചെയ്യരുത് എന്ന് പറഞ്ഞവരെ തിരുത്തി കൊടുക്കണം, തെറ്റ് തിരുത്തണം. അതവരുടെ മുമ്പിലാണ്. ഇനി അവരില്ല, അവരുടെ അഭാവം, എവിടെയോ ആണ്, എങ്കിലും അവരെ നമ്മൾ ഗുണദോഷിക്കണം. പരസ്പരം നന്മ കൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നുള്ളതും ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6 വിഷയങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ബാധ്യതകൾ. ഓർമ്മയുണ്ടല്ലോ. 1, രോഗിയായാൽ സന്ദർശിക്കുക. 2, മരണപ്പെട്ടാൽ മയ്യിത്ത് കാണാൻ പോവുക, ജനാസ പിന്തുടരുക. 3, സൽക്കാരങ്ങൾക്ക്, വിരുന്നുകൾക്ക്, കല്യാണങ്ങൾക്ക്, എന്തുമാവട്ടെ ക്ഷണിക്കുകയാണെങ്കിൽ നമ്മളതിന് ഉത്തരം നൽകുക, പോവാം. 4, സലാം പറയുക, കാണുന്ന സമയത്ത് സലാം പറയുക. 5, തുമ്മുമ്പോൾ അൽഹംദുലില്ലാഹ് ചൊല്ലണം, തിരിച്ച് യർഹമുക്കല്ലാഹ് ചൊല്ലണം. 6, അവന്റെ അഭാവത്തിലും സാന്നിധ്യത്തിലും അവനെ ഗുണദോഷിക്കുക, ഉപദേശിക്കുക. ഈ 6 കാര്യങ്ങൾ പരസ്പരം ബാധ്യതയാണ്. അപ്പൊ ഒരാൾ ഉപദേശിക്കുമ്പോൾ നീ ആരാത് പറയാന്ന് ചോദിക്കാൻ പാടില്ല. അത് ബാധ്യതയാണ്, കടമയാണ്. സലാം പറയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രോഗിയായി കിടക്കുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത്, ഈ മൈക്കിന്റെ അടുത്ത് നിന്നുകൊണ്ടാണ്, മൈക്കിന്റെ അടുത്ത് നിന്ന് അസുഖം വരുന്നതാണ്. അവനത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അടുത്ത് നിന്നില്ലെങ്കിൽ സൗണ്ടും കിട്ടുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദൂരത്ത് നിന്നാലും സൗണ്ട് കിട്ടുന്ന പോലെ ആക്കി തരണേ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുകയാണ്. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയത്. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, മാ തഷ്തകി അബ്ദുല്ലാഹ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് ആശങ്കയാണ് നിങ്ങൾക്കുള്ളത്? വല്ല പരാതിയുമുണ്ടോ, വല്ല ആപലാതിയുമുണ്ടോ, വെപ്രാളവുമുണ്ടോ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുനൂബി, എനിക്ക് ആകെയുള്ള ആശങ്കകൾ ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളാണ്. ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്കിപ്പോൾ പേടി തോന്നുന്നത്. ആരാണ്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അബ്ദുല്ലാ, ഇഖ്റഅ അലയ്യ, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരുമോ എന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിക്കുന്നത്, അഖ്റഉ അലൈക, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വ അലൈക ഉൻസിൽ, ഖുർആൻ അല്ലാഹു ഇറക്കിത്തന്നത് നിങ്ങളിലേക്കല്ലയോ? അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത് നിങ്ങൾക്കല്ലയോ? നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഓതിത്തരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അബ്ദുല്ലാ, എനിക്ക് മറ്റൊരാൾ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. വേറെ ഒരാൾ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ ഓതിച്ചരണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ പാരായണം ചെയ്യാൻ തുടങ്ങി. സൂറത്തുൻ നിസാ
സ്ത്രീകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സൂറത്താണത്. അതിങ്ങനെ പാരായണം ചെയ്ത് فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. നബിയേ فكيف إذا جئنا من كل أمة بشهيد, എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷികളെ ഞാൻ കൊണ്ടുവരുന്ന സന്ദർഭം നിങ്ങൾ ആലോചിക്കണം. ഓരോ സമുദായത്തിൽ നിന്ന് ഓരോ സാക്ഷികളെ ഞാൻ കൊണ്ടുവരും. അങ്ങനെ സാക്ഷികളെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ സമുദായത്തിലേക്ക് സാക്ഷി പറയാൻ വേണ്ടി ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്ന സന്ദർഭം, മഹ്ശറാലോകത്ത് നടക്കാൻ പോകുന്ന സന്ദർഭത്തെ കുറിച്ച് നബിയെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ എന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഈ ആയത്താണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുന്നത്. നബി തങ്ങൾ പറഞ്ഞു, മതി അബ്ദുല്ലാ, മതി, ഇനി ഓതരുത് അബ്ദുല്ലാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം നിർത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൺതടങ്ങൾ കണ്ണുനീരുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു, കവിൾത്തടങ്ങൾ നനഞ്ഞിരിക്കുന്നു, താടിരോമങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറ ലോകത്തുള്ള ഓരോ പ്രവാചകന്മാരെയും അവരുടെ സമുദായത്തിന്റെ മുന്നിലിട്ടുകൊണ്ട് അല്ലാഹു ചോദ്യം ചെയ്യുന്ന രംഗങ്ങളെ കുറിച്ച് ആലോചിച്ചു പോയതാണ്. ആദ്യമായി ആദം നബി അലൈഹിസ്സലാമിനെ വിളിക്കും. ആദം നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, ഇയാൾ നിങ്ങളിലേക്ക് എന്റെ ദൗത്യം എത്തിച്ചു തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ നൂഹ് നബിയെ, അങ്ങനെ ഓരോ പ്രവാചകന്മാരെ വിളിച്ചവസാനമായി നബിയെ നിങ്ങളുടെ സമുദായത്തിന്റെ മുന്നിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന സന്ദർഭമൊന്ന് ആലോചിച്ചു നോക്കാൻ അല്ലാഹു പറയുന്ന ആയത്ത് കേട്ട് നബി തങ്ങൾ കരഞ്ഞുപോയിട്ടുണ്ട്. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഇവിടെ രോഗിയായി കിടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ വെപ്രാളം, എന്റെ ആശങ്ക, എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളാണ്, ദുനൂബി, അതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ പ്രയാസപ്പെടുന്നത്. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു, ഫമാ തസ്തഹി, വല്ല ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന്. വല്ല ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് റഹ്മത്ത് റബ്ബി, എന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാഹുവിന്റെ റഹ്മത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു, അലാ ആമുറു ലക ബിതബീബ്, ഞാനൊരു ഡോക്ടറെ കൊണ്ടുവരട്ടെ, ഡോക്ടറോട് ഞാൻ നിങ്ങളെ ചികിത്സിക്കാൻ പറയട്ടെ, മരുന്ന് തരാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്വബീബു അംറദനി, എന്നെ രോഗിയാക്കിയത് ഡോക്ടറാണ്, എന്നെ രോഗിയാക്കിയത് ഡോക്ടറാണ്, എന്റെ ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയത്. രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടി ഞാനൊരു ഡോക്ടറെ വിളിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്വബീബു അംറദനി, എനിക്ക് രോഗം തന്നത് എന്റെ ഡോക്ടറാണ്. ആ സമയത്താണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് ചോദിക്കുന്നത്, അലാ ആമുറു ലക ബിഅത്വാഇൻ, നിങ്ങൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന്, ഖജനാവിൽ നിന്ന് സഹായം ലഭിക്കാൻ, സഹായം നൽകാൻ ഞാൻ കൽപ്പന പുറപ്പെടുവിക്കട്ടെയോ? ബൈത്തുൽ മാലിൽ നിന്ന് സമ്പത്ത് തരാൻ ഞാൻ പറയട്ടെയോ? അദ്ദേഹം പറഞ്ഞു, ലാ ഹാജത ലീ ഫീഹി, എനിക്ക് അങ്ങനെ ഒരു ക്യാഷിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു സമ്പത്തിന്റെ ആവശ്യം എനിക്കില്ല. അപ്പോഴാണ് ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, യകൂനു ലിബനാതിക മിൻ ബഅദിക,
നിങ്ങളുടെ മരണശേഷം, നിങ്ങളുടെ വഫാത്തിന്റെ ശേഷം നിങ്ങളുടെ പിതാവില്ലാത്ത അനാഥരായ മക്കൾക്ക് അത് ഉപകരിക്കൂലേ? പെൺമക്കളല്ലയോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആരാണ് നിങ്ങളുടെ മക്കളെ നോക്കുക? ആരാണ് നിങ്ങളുടെ പെൺമക്കളുടെ ദൗത്യം ഏറ്റെടുക്കുക? ആ പെൺമക്കൾക്ക് ഒരു ആശ്വാസമായി ബൈത്തുൽ മാലിൽ നിന്ന്, ഖജനാവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വല്ലതും തരാൻ അതിന്റെ ഖാസിനിനോട്, സൂക്ഷിപ്പുകാരനോട് ഞാൻ പറയട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചൊരു ചോദ്യം ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ. അതഖ്ഷാ അലാ ബനാതിയൽ ഫഖർ, എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ പെൺമക്കൾക്ക് ഫഖർ ഉണ്ടാകുമെന്ന്, ദാരിദ്ര്യമുണ്ടാകുമെന്ന്, പ്രയാസമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നി അമർതു ബനാതി യഖറഅന കുല്ല ലൈല, ഞാൻ എന്റെ പെൺമക്കളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ രാത്രിയിലും പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പെൺമക്കളോട് ഞാൻ സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ എല്ലാ ദിവസവും ഖുർആൻ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ പെങ്ങൾക്ക്, എന്റെ മക്കൾക്ക് സാമ്പത്തികമായ സഹായം ആവശ്യമില്ല. ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ വാഖിഅതി കുല്ല ലൈല, എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവർക്ക് ദാരിദ്ര്യമുണ്ടാവൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല എന്നാണ്. എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല എന്നാണ്. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ആളുകളെ കൈപോക്കിയിട്ടുള്ളൂ. എല്ലാരും ഇന്നു മുതൽ ഓതാൻ തുടങ്ങാം, സ്ത്രീകളും പുരുഷന്മാരൊക്കെ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാം. ഇനി വാളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തും ഒരു 12 മണിയാകും. വേഗം ചെന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങല്ല, ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ഉളൂവൊക്കെ ചെയ്ത് പല്ലൊക്കെ തേച്ച് 2 സൂറത്ത് എല്ലാ രാത്രിയിലും ഓതണം. അതിലൊന്ന് സൂറത്തുൽ വാഖിഅയാണ്. അത് നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ്. ദാരിദ്ര്യത്തിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, ബാധ്യതയിൽ നിന്നും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് ഈ മഹത്തായ സൂറത്തിന്റെ പ്രതിഫലങ്ങൾ, മഹത്വങ്ങളിൽ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ ഖറഅ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രിയിലും ഒരാൾ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇത് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളാണ്. ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി തങ്ങൾ എന്ത് പറഞ്ഞാലും അത് അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്. ലാ യൻതിഖു അനിൽ ഹവാ, സ്വന്തമായിട്ട് നബി തങ്ങൾ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നാണ്. ഇവിടെ എന്ത് പറഞ്ഞാലും അതൊക്കെ അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്. ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, എല്ലാം അല്ലാഹുവിന്റെ വഹയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ നബിച്ചങ്ങൾ പറഞ്ഞ വിഷയം അതുപോലെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും സംശയം ഉണ്ടാവില്ല. ഇന്നു മുതൽ എല്ലാവരും ഓതാൻ തുടങ്ങി. ഇത് ദുനിയാവിലേക്കുള്ള ഒരു സൂറത്താണ്. ഭൗതികമായ സുഖങ്ങൾ, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൂറത്താണ്. ഇനിയുള്ളത് സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ രാത്രിയിലും ഇന്നിത് പാരായണം ചെയ്തിരുന്നെങ്കിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തവർ വളരെ കുറവാണ്.
വളരെ കുറവാണ്. സ്ത്രീകളൊക്കെ ഉണ്ടോ? വാക്യ പാരായണം ചെയ്ത സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ തുടങ്ങണം. ഇത് ഈ ബോക്സിൽ സൗണ്ട് ഉണ്ടോ നോക്കി നിങ്ങളൊന്ന്. എന്റെ സൈഡ് അതിന്റെ ബാക്കിലൊക്കെ എന്തൊക്കെയോ തിരിക്കാണ്ടൊക്കെ തിരിച്ചു വെക്കണം. ഉഷാറാവും. സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിഅയും എന്നും നമ്മുടെ ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും പാരായണം ചെയ്യാം. അവിടെ ബാക്കിൽ എന്തോ തിരിക്കാണ്ട്, അപ്പൊ തിരിക്കുമ്പോൾ ഉഷാറാവലുണ്ട്. മനസ്സിലായി? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തില്ല. അതേപോലെ ഇതിനും തിരിക്കാണ്ട് തിരിച്ചോ, ഇതും തിരിക്കുമ്പോൾ ഉഷാറാവും. മുൽക്ക് എന്ന് പറയുന്നത് പാരത്രിക ലോകത്ത് രക്ഷപ്പെടാനുള്ള അമലാണ്. പാരത്രിക ലോകത്ത് രക്ഷപ്പെടാനുള്ള അമലാണ്. സൂറത്തുൽ വാഖിഅ നിങ്ങൾക്ക് ദുനിയാവ് തരും. സൂറത്തുൽ മുൽക്ക് നിങ്ങൾക്ക് ആഖിറം തരും. എന്താ സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകത? മുൽക്കിന്റെ പ്രത്യേകത എന്താ? ആരെങ്കിലും ഒരാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിൽ അവർക്ക് ശിക്ഷയുണ്ടാവില്ല എന്നാണ്. നമ്മളൊക്കെ ഖബറിനെ നല്ലോണം പേടിക്കുന്ന ആളുകളാ. ഖബറെന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. പാട്ട് പാടുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്. ഖബർ ഒരു ഇരുട്ടറയായി, ഒരു ഇടുങ്ങിയ ഗേഹമായി, മുൻകർ നക്കീറിന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് വറക്കാണ്. പക്ഷേ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഖബറിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്നാണ്, ഖബറിൽ ശിക്ഷയുണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുക. ഈ രണ്ട് സൂറത്ത് ഒരിക്കലും മറക്കരുത്. ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. ബക്കറ്റൊക്കെ തുടക്കത്തിൽ കൊടുക്കണം. ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ ബക്കറ്റ് കൊടുക്കണം. പക്ഷെ അല്ല, ബക്കറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരും. സ്ത്രീകളുടെ അടുത്തേക്കും അതുപോലെ പുരുഷന്മാരുടെ അടുത്തേക്കൊക്കെ ബക്കറ്റ് വരും. ബക്കറ്റ് വരുമ്പോ നിങ്ങൾ എത്രയുടെ ഇട്ട് കൊടുക്കല്? 20 രൂപ, 10, 20 ഒന്നും ഇട്ട് കൊടുക്കണ്ട. നല്ല സംഖ്യ ഇട്ട് കൊടുക്കണം. വർഷത്തിലൊരു 3 ദിവസമാണ് നമ്മുടെ സംഘാടകർ പരിപാടിയൊക്കെ. 3, 2, 3, 4 ദിവസമാണ്. ഒരു ദിവസം ഒരു 100 രൂപ ഇട്ടാല് 3 ദിവസത്തിൽ 300 രൂപ, അഥവാ ഒരു വർഷത്തിൽ 300 രൂപയാണ് ബക്കറ്റിലിടുക. ഒരു ദിവസത്തിൽ 1 രൂപയുടെ ചെലവ് പോലും ആയിട്ടില്ല. 360 ദിവസം ഉണ്ട്. എന്നാൽ 60 രൂപ ബാക്കിയാണ്. അതുകൊണ്ട് ഈ 10, 20 ഒക്കെ ഒഴിവാക്കിയിട്ട് എല്ലാ ദിവസവും ബക്കറ്റിൽ നല്ല സംഖ്യ. ഇന്ന് പ്രത്യേകിച്ച് സമാപനാണ്. നില മിനിഞ്ഞാന്നൊക്കെ 10, 20 ഒക്കെ ഇട്ട ആളുകൾ അതിനൊക്കെ കൂട്ടിയിട്ട് ഒരു 200, 250, 300, 500 ഒക്കെ ഇട്ടോളൂ ബക്കറ്റില്. അവിടെയാണ് അർശിന്റെ തണലുള്ളത്, ബക്കറ്റിലാണ്. അർശിന്റെ തണല് എപ്പോഴാ കിട്ടുക? വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാൻ പാടില്ല, ഈ കൈ കൊടുത്തത് ഈ കൈ അറിയാൻ പാടില്ല. അങ്ങനെ ഒരാൾ സ്വതക്ക ചെയ്താൽ അവർക്ക് അർശിന്റെ തണല് കിട്ടുമെന്നാണ്. ആ സ്വതക്കയാണ് ബക്കറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് കവർ തന്നിട്ടുണ്ടാകും. ആ കവറും അർശിന്റെ തണലാണ്. കാരണം ഈ ബക്കറ്റിൽ ഒരാൾ ചുരുട്ടി ഇട്ടാൽ എത്ര ഇട്ടെന്ന് ആർക്കും അറിയില്ല. ഇനി ഇട്ടില്ല അതും അറിയില്ല. ഒരാൾ മുപ്പത് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരും, ഞാനിപ്പോ ഇങ്ങനെ ഇട്ട്, നിങ്ങൾ ഞാൻ ഇട്ടെന്ന് വിചാരിക്കും. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, എന്റെ പോക്കറ്റിൽ ക്യാഷ് ഇല്ല. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ആരെങ്കിലും ഉദ്ഘാടനം ബർക്കത്തുള്ള കയ്യിൽ ഉദ്ഘാടനം ചെയ്യും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സംഘാടകരുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അപ്പൊ ആരും കാണാതെ വലത് കൈ കൊണ്ട് ബക്കറ്റിലിടുക. അല്ലാഹു എനിക്ക് അർശിന്റെ തണൽ തരണം എന്നുള്ള നിയ്യത്ത് ചെയ്യുക. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് പോലെ ഉണ്ടാവും ഈ അർശിന്റെ തണലൊക്കെ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊടുക്കുമ്പോഴാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോട്ട് കൊടുത്താൽ മതി. ഞാൻ സംഖ്യ പറയുന്നില്ല. നിങ്ങളുടെ കൈകളിലുള്ളതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ, ഏറ്റവും ഇഷ്ടപ്പെട്ട നോട്ട് കൊടുത്താൽ മതി. അപ്പൊ തന്നെ രക്ഷപ്പെട്ടു നിങ്ങൾ. മനസ്സിലായോ? 2000-ന്റെ നോട്ടുണ്ടാകും, 500 ഉണ്ടാകും, 200 ഉണ്ടാകും, 100 ഉണ്ടാകും, 50 ഉണ്ടാകും, 10 ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട്? 10 രൂപയാണോ? 10 രൂപ ഇഷ്ടപ്പെട്ടെങ്കിൽ കൊടുത്തോളൂ. അതിപ്പോ അല്ലാഹുവിന് അറിയാലോ ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടമാണെന്ന് പഠിച്ചോന്നറിയാലോ. ഇൻഷാ അല്ലാഹ് അതുപോലെ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്. ഞാൻ എന്ന വിഷയത്തിലേക്ക് ഒന്നും കൂടി കിടക്കാണ് ഇൻഷാ അല്ലാഹ്. ഇനി തീരുമ്പോ നിർത്താം. സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുൽക്കുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എല്ലാ സുബ്ഹി നിസ്കാരങ്ങളിലും. കാന യുദാവിമു അലാ ഖിറാഅതിഹാ ഫീ സ്വലാത്തിൽ ഫജ്ർ. സുബ്ഹി നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സൂറത്തുൽ വാഖിഅയായിരുന്നു പാരായണം ചെയ്തിരുന്നത്. ഈ മഹത്തായ സൂറത്ത് അർത്ഥം ആലോചിച്ചുകൊണ്ട് ഒരാൾ പാരായണം ചെയ്താൽ തംനഉൽ ഫഖ്റ വൽ ഫാഖ,
അവർക്ക് അല്ലാഹു ദാരിദ്ര്യമോ പ്രയാസങ്ങളോ നൽകൂല എന്നാണ്. അവർക്ക് ആവശ്യമായ റിസ്ഖ് അല്ലാഹു നൽകുമെന്നാണ്, ഐശ്വര്യം അല്ലാഹു നൽകുമെന്നാണ്, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, ലാ തഅജസ് ഇഹ്ദാകുന്ന അൻ തഖറഅ സൂറത്തുൽ വാഖിഅ. സ്ത്രീകളെയാണ് വിളിക്കുന്നത്, സ്ത്രീകളെ നിങ്ങളെയാണ് വിളിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ വിളിക്കുകയാണ്, ലിന്നിസാ ലാ തഅജസ് ഇഹ്ദാകുന്ന, നിങ്ങളിൽപ്പെട്ട ഒരാളും മടി കാണിക്കരുത്, അലസത കാണിക്കരുത്. അൻ തഖറഅ സൂറത്തുൽ വാഖിഅ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത്. അഥവാ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും കിടന്നുറങ്ങരുത് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഖദ് ശിബ്ത, നിങ്ങൾക്ക് താടി രോമങ്ങൾ നരച്ചുപോയോ നബിയേ, നിങ്ങളുടെ തലമുടി നരച്ചുപോയോ നബിയേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി, ശയ്യബത്നി ഹൂദ്, പരിശുദ്ധമായ സൂറത്തുൽ ഹൂദ് കാരണത്താലാണ് എന്റെ താടി രോമങ്ങൾ നരബാധിക്കാനുള്ള കാരണം. നിങ്ങൾ നമുക്ക് ഒരുപാട് ആളുകളുണ്ട് താടിയും മുടിയൊക്കെ നരച്ചുപോയ ആളുകൾ, ഇത് നരച്ചിട്ട് കാണാത്തവരുണ്ട് അല്ലെ, നരച്ചിട്ടുണ്ട് പക്ഷെ നര കാണുന്നില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. ആദ്യമായിട്ട് താടി നരച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താടി രോമങ്ങളാണ്. താടി രോമങ്ങൾ നരച്ചപ്പോ തന്നെ കറുപ്പിച്ച് കളഞ്ഞത് ഫിറഔനാണ്. അപ്പൊ ഫിറഔന്റെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാവരും ശ്രമിക്കുക. ഏതായാലും വയസ്സാകുമ്പോഴാണ് താടി മുടിയും നരക്കുക. നരബാധിക്കുന്നത് വയസ്സാകുമ്പോഴാണ്. അതിന് എത്ര കറുപ്പിച്ചാലും പാസ്പോർട്ടിലെ ഡേറ്റ് മാറ്റാൻ കഴിയില്ല. പാസ്പോർട്ടിലെ ഡേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ വയസ്സാകുന്നതിനനുസരിച്ചിട്ട് എല്ലുകൾക്കൊക്കെ തടിക്കൊക്കെ ഒരു ക്ഷീണം സംഭവിക്കുമല്ലോ, ആ ക്ഷീണമൊന്നും മാറ്റാൻ കഴിയില്ല. അതൊക്കെ അങ്ങനെ ക്ഷീണിച്ച് പോകും. എത്ര കറുപ്പിച്ച് 90 വയസ്സായാലും ഇതും താടിമുടിയും മീശയൊക്കെ കറുപ്പിച്ച് നടക്കാം. പക്ഷെ എങ്ങനെ ഉണ്ടാവും, വളഞ്ഞിട്ട് നടക്കാനൊന്നും കഴിയില്ല എന്നുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം ഇതൊക്കെ വയസ്സായിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നെ ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഏതായാലും പെണ്ണും കെട്ടി മക്കളുണ്ട് അല്ലെ, പെണ്ണും കെട്ടി മക്കളുണ്ട്. ഇനി ആരും പെണ്ണ് തരാൻ പോവില്ല. ഈ കറുപ്പിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു പെണ്ണുണ്ട്, മക്കളുണ്ട്. നിങ്ങളിങ്ങനെ താടി കറുപ്പിച്ച് നല്ല ചുള്ളന്മാരായിട്ട് നടന്നു വിചാരിച്ച ആരും പെണ്ണ് തരാനൊന്നും ഇനി പോവില്ല. ഏതായാലും അതുകൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. ഇവിടെ നബിച്ചങ്ങളുടെ താടി രോമങ്ങളും വിരലിലെണ്ണാവുന്ന ഒരൽപ്പം മുടിയും നരബാധിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ നബിച്ചങ്ങൾ പറഞ്ഞ മറുപടി, ശയ്യബത്നി ഹൂദ്, പരിശുദ്ധമായ സൂറത്തുൽ ഹൂദാണ്. ഹൂദ് സൂറത്ത്. പിന്നെയോ വാഖിഅ സൂറത്ത് പാരായണം ചെയ്തപ്പോഴാണ് എന്റെ താടി രോമങ്ങളും എന്റെ മുടിയും നരബാധിക്കാൻ കാരണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വാഖിഅ സൂറത്ത് പാരായണം ചെയ്തപ്പോൾ മുടി നരച്ചുപോയി എന്നാണ്. നമ്മൾ മുടി നരക്കാൻ കാരണം പറയുന്നത് ഗൾഫിൽ പോയി എന്നാണ്. ഗൾഫിലെ ചൂടാണ്, വെള്ളം മാറിയതാണ്, അതുപോലെ ഹോർമോൺ കുറവാണ്. ആർക്കെങ്കിലും ഖുർആൻ ഓതിയിട്ട് ഇന്നേ വരെ നരബാധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഖുർആൻ ഓതിയിട്ട് നരബാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കൈപോക്കിയ. ഖുർആൻ ഓതിയിട്ട് നരബാധിച്ചവർ, വഅദ് കേട്ടിട്ട് നരബാധിച്ചവർ, ഖുർആൻ ഓതിയിട്ട് നരബാധിച്ചവർ ആരാണ് ഇവിടെയുള്ളത്? സത്യത്തിൽ നമ്മൾക്കല്ലയോ നരബാധിക്കേണ്ടത്? നമ്മളല്ലയോ തെറ്റുകാർ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഒരിക്കൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ആയിഷ, ഇന്നു രാത്രി ഞാൻ നിസ്കരിക്കട്ടെയോ ആയിഷ? ഇന്നു രാത്രി ഞാൻ നിസ്കരിക്കട്ടെയോ ആയിഷ? ആ സമയത്താണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, നബിയേ, നിങ്ങൾ നിസ്കരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്റെ കൂടെ കിടന്നുറങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവ് കൂടെ കിടക്കണം, ഭർത്താവ് കൂടെ വേണമെന്നുള്ള ചിന്തയുണ്ടാകും. അതുപോലെ തന്നെയാണ് മഹദിയായ
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും ഉണ്ടായത്. ആയിഷ ബീവി പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്റെ കൂടെ കിടക്കലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിസ്കരിക്കലല്ല. നിങ്ങൾ ചോദിക്കലുണ്ടോ ഭാര്യമാരോട് പുറത്തു പോകുമ്പോ ഞാൻ ഇന്ന് പുറത്തു പോയിക്കോട്ടെ, നിങ്ങൾക്ക് വിഷമമുണ്ടോ? ചോദിക്കലുണ്ടോ? ക്ലബിലിരിക്കും കുറച്ച് ചെറുപ്പക്കാര്, ബസ് സ്റ്റാൻഡിലിരിക്കും, വെടികത്തെണ്ണയിലിരിക്കും, ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോകും. ഇപ്പൊ രാത്രി ആരും ഉറങ്ങലില്ലല്ലോ, ഉണ്ടോ? ഇപ്പൊ രാത്രി ആരും ഉറങ്ങാറില്ല. 2 മണിക്കും 1 മണിക്കും 3 മണിക്കൊക്കെ ഹോട്ടലുകളിലൊക്കെ വലിയ തിരക്കാണ്. ബസ് സ്റ്റാൻഡിൽ ആളുണ്ടാകും, ടൗണുകളിൽ ആളുകൾ ഉണ്ടാകും, ക്ലബുകളിൽ ആളുകളുണ്ടാകും. ഉറക്ക് കുറവാണ്. അപ്പൊ ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ ആളുകളായിരിക്കും. അവരോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ചോദിക്കാറുണ്ടോ, ഞാൻ ഇന്നൊന്ന് പുറത്തു പോയിക്കോട്ടെ, ചങ്ങാതിമാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയിക്കോട്ടെ, ഒന്ന് ഞാൻ കളി കാണാൻ വേണ്ടി പോയിക്കോട്ടെ, കളിക്കാൻ വേണ്ടി ഞാൻ പോയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത് കളി കാണാനല്ല, സംസാരിക്കാനല്ല. സ്വന്തം മുറിയിലിരുന്നിട്ട് ആയിഷ ബീവി കിടന്നുറങ്ങുന്നുണ്ട്. അവിടെ ആയിഷ, ഇന്ന് എനിക്കൊന്ന് നിസ്കരിക്കാൻ സമ്മതം തരുമോ എന്നാണ്. നിസ്കരിക്കാനാണെങ്കിൽ ഭാര്യമാർക്ക് എന്നേ സമ്മതം ഉണ്ടാവും. നമ്മുടെ ഭാര്യമാർക്ക് അങ്ങനെ നിസ്കരിച്ചോട്ടെ എന്ന് വിചാരിക്കും. ഇത് നിസ്കരിക്കുവാനല്ല നമ്മൾ പോകുന്നത്. നബി തങ്ങളോട് ആയിഷ ബീവി പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്റെ കൂടെ എന്റെ പുതപ്പിൽ ഒന്നിച്ചിരി കിടന്നുറങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിനി നിസ്കരിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഞാനൊന്നും മിണ്ടുന്നില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ, എന്റെ സമ്മതമുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാൻ തുടങ്ങി. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയതാണ്. നിസ്കാരത്തിൽ നീണ്ട നിസ്കാരമാണത്. നിന്നുകൊണ്ട് കരയുന്നുണ്ട്, ഇരുന്നു കൊണ്ട് കരയുന്നുണ്ട്, സുജൂദിൽ പോയി കരയുന്നുണ്ട്. താടി രോമങ്ങൾ നിറയെ കണ്ണുനീരുകൊണ്ട് നനഞ്ഞു പോയിട്ടുണ്ട്. നബിതങ്ങൾ ഇരുന്ന് കരഞ്ഞത് കാരണം മടിത്തട്ടും നനഞ്ഞു പോയിട്ടുണ്ട്. സുജൂദിൽ പോയി കരഞ്ഞത് കാരണത്താൽ നബിതങ്ങളുടെ നെറ്റിത്തടം വെക്കുന്ന സ്ഥലങ്ങളും സുജൂദിന്റെ സ്ഥലങ്ങളും നനഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾക്ക് സുബ്ഹിയായതറിഞ്ഞില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞു തുടങ്ങിയ നിസ്കാരമാണ്, സുബ്ഹിയായതറിഞ്ഞില്ല. ആ സമയത്താണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. നബിയെ, നിസ്കരിക്കാനുള്ള സമയമായി, നിസ്കരിക്കട്ടെയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കരയുന്നത് കാണാനിടയായി. ബിലാൽ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ തബ്കീ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? എന്തു പറ്റി നബിയെ നിങ്ങൾ കരയാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹു തആല എല്ലാവിധ പാപങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെ സലാമത്താക്കിയിട്ടുണ്ടല്ലോ. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വരികയുമില്ല. തെറ്റ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല, തെറ്റ് നിങ്ങൾ കണ്ടിട്ടില്ല, തെറ്റ് നിങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങളിലേക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് വരെ നിങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്തവരാണ്. 25 വയസ്സ് വരെ സ്വാഭാവികമായി എല്ലാവരും മടിച്ചു പൊളിക്കുന്ന യുവത്വത്തിൽ പോലും നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് നല്ലതേ പറയാനുണ്ടായിട്ടുള്ളൂ. 25 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നബുവത്ത് ലഭിക്കുന്ന 40 വയസ്സ് വരെ ആ സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് ഒരാൾക്ക് പരാതിയില്ല. ഇന്ന് നിങ്ങൾക്ക് ഏകദേശം 10-60 വയസ്സായി, ഒരു തെറ്റ് നിങ്ങൾ കാണുകയോ ചെയ്യുകയോ ചിന്തിക്കുകയോ പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്തിനെ ഓർത്തിട്ടാണ് നിങ്ങൾ കരയുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, മഹാനായ ബിലാൽ ഇബ്നു റബാഹ തങ്ങൾ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ബിലാലേ, ഇന്നലെ രാത്രി പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് അല്ലാഹു ഇറക്കി തരികയാണ്. ഇന്നലെ ഞാൻ നിസ്കരിക്കുമ്പോഴാണ് ഒരു ആയത്ത് ഇറങ്ങിയത്. സൂറത്തു ആലു ഇംറാനിലെ 190-ാമത്തെ ആയത്താണത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ, അതുപോലെ തന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ,
രാത്രിയും പകലും മാറി മറിയുന്നതിൽ ലആയാതിൻ ലിഉലിൽ അൽബാബ് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്, പാഠമുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ നിന്നുകൊണ്ട് അഥവാ നിസ്കാരത്തിലായിരിക്കെ അല്ലാഹുവിനെ ഓർക്കുന്നവരാണവർ. വഖൂദൻ ഇരുന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണവർ. വഅലാ ജുനൂബിഹിം കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ആകാശങ്ങൾ സൃഷ്ടിച്ച അല്ലാഹുവിനെ, ഭൂമിയെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ഇനി രണ്ടാമത് പുനർജനിപ്പിക്കാൻ പ്രയാസമുണ്ടോ? മരിച്ചുപോയ നമ്മെ ഈ എല്ലുകളിൽ നിന്ന്, ഖബറിൽ നിന്ന് രണ്ടാമത് പുനർജനിപ്പിക്കാൻ പ്രയാസമുണ്ട് എന്ന് യുക്തിവാദികൾ പറയാറുണ്ട്. ആകാശങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിന് ഇതൊരു പണിയാണോ? ഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവിന് ഇതൊരു പണിയാണോ? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ എന്നിട്ട് പറയാണ്, ഈ ആകാശങ്ങളെ നീ സൃഷ്ടിച്ചത് വെറുതെയല്ലല്ലോ. ഇതിലൊരുപാട് പാഠമുണ്ട്. കാരണം വിശാലമായി നീണ്ടു കിടക്കുന്ന ആകാശങ്ങൾ, ഈ 7 ഭൂമിയെക്കാളും വീതിയുണ്ട് നമ്മുടെ സ്വർഗീയ ലോകത്തിന്. ഈ ആകാശങ്ങൾക്ക് എവിടെയും തൂണുകളില്ല, എവിടെയെങ്കിലും പില്ലറുകളില്ല. ഇത്ര ചെറിയ സ്റ്റേജിൽ പോലും 4ഓളം പില്ലറുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. വിശാലമായി നീണ്ടു കിടക്കുന്ന ആകാശങ്ങളിൽ പില്ലറുകളില്ല. ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠമാണ്. ആർക്കാണ് ഒരു പില്ലറില്ലാതൊരു ബിൽഡിംഗ് നിലനിർത്താൻ കഴിയുന്നത്? ആർക്കാണ് തൂണുകളില്ലാതെ ഒരു റൂഫ് നിലനിർത്താൻ കഴിയുന്നത്? നിനക്കല്ലാതെ പിന്നെ ആർക്കാണ്? റബ്ബനാ അല്ലാഹുവേ മാ ഖലഖ്ത ഹാദാ ബാതിലാ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ റബ്ബേ. സുബ്ഹാനക അല്ലാഹുവേ നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു റബ്ബേ. നിനക്ക് ന്യൂനതകളില്ല റബ്ബേ, നിനക്ക് കുറവുകളില്ല റബ്ബേ. ഫഖിനാ അദാബന്നാർ അതുകൊണ്ട് അല്ലാഹുവേ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാ. ഈ മഹത്തായ ആയത്തുകൾ പാരായണം ചെയ്യുന്ന സമയത്ത് ആരാണോ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ പാരായണം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ആകാശ ലോകങ്ങളിലുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാതെ പാരായണം ചെയ്യുന്ന ആളുകൾ, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ അത്തരം ആളുകൾ അപകടത്തിലാണ്, അത്തരം ആളുകൾ നാശത്തിലാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞതാണ്. പരിശുദ്ധമായ സൂറത്തുകൾ ഓതുമ്പോൾ, ചില ആയത്തുകൾ ഓതുമ്പോൾ ആലോചിക്കൽ നിർബന്ധമാണ്, ആശയങ്ങൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്, ഗവേഷണം നടത്തൽ നിർബന്ധമാണ്, ഒരൽപ്പസമയം അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ നിർബന്ധമാണ്. ഈ സൂറത്തു ആല ഇമ്രാനിലെ 190, 191 ആയത്തുകൾ ഓതുമ്പോൾ അർത്ഥമാലോചിക്കാതെ വളരെ വേഗത്തിൽ ഒരാൾ ഓതിവിട്ടാൽ അവർ അപകടത്തിലാണ് എന്ന ആയത്തിറങ്ങി. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിന്റെ ആയത്തിറങ്ങുമ്പോൾ അവർ കരയും. ഖുർആനിന്റെ ആയത്തിറങ്ങുമ്പോൾ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് സത്യവിശ്വാസികൾ എന്ന് പറയുന്നവരാരാ? ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം പേടിച്ചു വിറക്കുമത്രേ. വാദകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു പ്രകമ്പനമുണ്ടാകും. ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളോ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളോ ഓതിക്കേൽപ്പിക്കുമ്പോൾ സാദതുഹും ഈമാനാ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ, വഅല കേൾക്കുമ്പോൾ നമ്മൾക്ക് മാറ്റങ്ങളുണ്ടോ എങ്കിലത് ഈമാനിന്റെ ലക്ഷണങ്ങളാണ്. മാറ്റങ്ങളില്ലേ, എന്തോ ഒരു അപാകത നമ്മൾക്ക് വന്നുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. വഅലിന് വന്നിട്ട് നമ്മളിരിക്കും, വാല് കഴിഞ്ഞു പോകുമ്പോഴേക്കും ഒരു മാറ്റവും നമ്മൾക്ക് വരുന്നില്ല എങ്കിൽ, ഒരു ചേഞ്ചും നമ്മൾക്ക് വരുന്നില്ല എങ്കിൽ, മനപരിവർത്തനം നമ്മൾക്കില്ല എങ്കിൽ എന്തോ ഒരു അപാകത, എന്തോ ഒരു ന്യൂനത, എന്തോ ഒരു മിസ്റ്റേക്സ് നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈമാനിന്റെ കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ചേഞ്ച് ഉണ്ടോ, നന്നാവണമെന്നുള്ള ചിന്തയുണ്ട്, മാറ്റം വരണമെന്നുള്ള ആഗ്രഹമുണ്ട്, അത് ഈമാനിന്റെ ലക്ഷണമാണ് എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. മഹാനായ അബൂബക്കർ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ താടിരോമങ്ങളും മുടിയും നരബാധിക്കാനുള്ള കാരണം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, ശയ്യബത്തിനി ഹൂദ്, എന്റെ മുടികൾ നരബാധിക്കാനുള്ള കാരണം സൂറത്തുൽ ഹൂദ് ഞാൻ പാരായണം ചെയ്തതാണ്, സൂറത്തുൽ വാഖിഅ ഞാൻ പാരായണം ചെയ്ത് പേടിച്ചുകൊണ്ട് നരബാധിച്ചതാണ്, വൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്ത് പാരായണം ചെയ്ത് പേടിച്ച് എന്റെ മുടികൾക്ക് നരബാധിച്ചതാണ്. ഡോക്ടർമാര് പറയും, നരബാധിച്ചാൽ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. ടെൻഷൻ വരുമ്പോഴാണ് ഒരാൾക്ക് നരബാധിക്കുന്നത്. ഇതെല്ലാം ആലോചിച്ച് പാരത്രിക ലോകത്തെ മഹ്ശറയുടെ, നരകത്തിന്റെ, അതുപോലെ സിറാത്തിന്റെ കഥകൾ, ഖബറിലെ കഥകൾ, ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ നിറയുമ്പോഴാണ് നരബാധിക്കാനുള്ള കാരണം. ഇതെല്ലാം പാരായണം ചെയ്ത് ആഖിറത്തിലെ അദാബിനെ കുറിച്ച് പേടിച്ചിട്ടാണ് എന്റെ മുടികൾക്ക് നരബാധിച്ചത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിൽപ്പെട്ട ആർക്കാണ് ഇങ്ങനെ ഖുർആനോദി മാറ്റങ്ങൾ ഉണ്ടായത്? ഖുർആനോദിയിട്ട് നരബാധിച്ചതാരാണ്? ഖുർആനോദിയിട്ട് പേടിച്ചു പോയതാരാണ്? പരിശുദ്ധമായ സൂറത്തുൽ വാഖിയയിൽ എന്താണ് അല്ലാഹു പറയുന്നത്? ഇദാ വഖഅത്തിൽ വാഖിഅ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇദാ വഖഅത്തിൽ വാഖിഅ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ലൈസ ലിവഖഅതിഹാ കാദിബ, ആ ഖിയാമത്ത് നാളിനെ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇന്നൊരു പക്ഷേ ആളുകൾ പറയും അങ്ങനെ ഒരു ലോകാവസാനമില്ല എന്ന്, ദജ്ജാൽ കടന്നു വരൂല എന്ന് പറയും. ഇന്ന് ജനങ്ങൾ പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, ലോകാവസാനമൊന്നുമില്ല, പടച്ചവനെന്ന് അല്ലാഹുവില്ല, സൃഷ്ടാവില്ല, പിന്നെ ദജ്ജാൽ കടന്നു വരൂല, പടിഞ്ഞാറ് നിന്ന് സൂര്യനുദിക്കൂല, ഇതൊക്കെ വെറുതെയാണെന്ന് പറയും. പക്ഷേ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ലൈസ ലിവഖഅതിഹാ കാദിബ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയൂല എന്നാണ്. നിങ്ങൾക്കറിയുമോ ഒരു യാഥാർത്ഥ്യം? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഹൽ യൻളുറൂന ഇല്ലാ അൻ തഅതിയഹുൽ മലായിക ഔ യഅതിയ റബ്ബുക ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക. അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സമയമായിട്ടുണ്ട്. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെവി തുറന്ന് കേൾക്കേണ്ട ഒരു വിഷയമാണിത്. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, എന്തൊക്കെയാണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ? എന്തൊക്കെയാണ്? ദജ്ജാൽ കടന്നു വരുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. യഅജൂജ് മഅജൂജ് കടന്നു വരുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ദാബത്തുൽ അർള് ദൃഷ്ടാന്തമാണ്. ഖിയാമത്ത് നാൾ ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ, അന്ന് ഒരാളുടെ ഈമാനും അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. അഥവാ ദജ്ജാൽ പുറപ്പെട്ട വിവരം നമ്മുടെ ചാനലുകളും പത്രങ്ങളും ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നോ നാളെയോ ദജ്ജാൽ വന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ നമ്മുടെ ചാനലുകളിലൊക്കെ വാർത്ത വരൂലേ, ദജ്ജാൽ പുറപ്പെട്ടു എന്നുള്ള വാർത്ത വരൂലേ? ഇവിടെ നിങ്ങള് ഇവിടെ ഉണ്ടാ? വരുവോ? എന്ത് നിങ്ങൾ ആലോചിക്കാൻ മാത്രം എന്താ ഉള്ളത്? സൗദിയിൽ നിന്ന് സൗദി രാജാവ് വരുമ്പോ എല്ലാ പത്രത്തിലും നിറയെ സൗദി രാജാവിന് ദജ്ജാൽ വന്നാ പിന്നെ കൊടുക്കാത്തത്? എന്തായാലും കൊടുക്കൂലേ? ദജ്ജാൽ പുറപ്പെട്ടാൽ എന്തായാലും പത്രങ്ങളിൽ വാർത്ത കൊടുക്കൂലേ? ഇനി മുക്കി വെക്കാൻ കഴിയോ? മൂടി വെക്കാൻ കഴിയോ? ഏത് മുസ്ലിങ്ങൾ പറഞ്ഞതാണ് ഇസ്ലാം സത്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു പറഞ്ഞ് എത്ര കാലം മൂടി വെക്കും? ഇവിടെ ചാനലുകൾ ഒന്നല്ലല്ലോ, എല്ലാവർക്കും ഇല്ല ചാനല്, എല്ലാവർക്കും ഇല്ല പത്രങ്ങള്. ദജ്ജാൽ പുറപ്പെട്ടാലും യജൂജ് മഅജൂജ് കടന്നു വന്നാലും ആ സമയത്തുള്ള ടെക്നോളജി എന്ത് നമ്മൾക്കറിയില്ല. അന്നത്തെ ടെക്നോളജി ഇതിനേക്കാളും ഡെവലപ്ഡ് ആണോ, അല്ല പഴയകാല ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ലോകം തിരിച്ചു പോകുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഇന്നത്തെ സാഹചര്യം ഞാൻ പറയണം, ഇന്നോ നാളെ ദജ്ജാൽ പുറപ്പെട്ടു എങ്കിൽ നാളത്തെ സുപ്രഭാതം ബ്രേക്കിംഗ് ന്യൂസുകളായി വരുന്നത് എന്നാൽ ഇന്ന സ്ഥലത്ത് ദജ്ജാൽ പുറപ്പെട്ടു എന്നാണ്. പത്രങ്ങളിലെ 1-ാം പേജും 2-ാം പേജും 3-ാം പേജും എല്ലാം ദജ്ജാലിന്റെ കഥകളാണ്.
അങ്ങനെ ദജ്ജാൽ എത്ര വലിയ സംഭവം അല്ല എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് പല കളികൾ ഇവിടെ കളിക്കുന്നുണ്ട്. അത് വേറൊരു വിഷയം. ഏതായാലും അങ്ങനെ ഒരാൾ കടന്നു വരുമ്പോൾ ലോകത്തുള്ള സർവരായ ആളുകൾക്കും മനസ്സിലാകും ഇത് ഇസ്ലാം പണ്ടേ പറഞ്ഞതാണല്ലോ എന്ന്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിമീങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമാണല്ലോ ഇത്. അപ്പൊ ഇസ്ലാം സത്യമാണല്ലോ എന്ന് മനസ്സിലാവില്ലേ? സഹകരിക്കണം കേട്ടോ, തലാട്ടണം വെറുതെങ്കിലും. മനസ്സിലായില്ല എന്തായാലും അല്ല, എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും മിച്ചുവാദികളാണെങ്കിലും മതമുള്ളവനും മതമില്ലാത്തവരൊക്കെ പറയും ഇത് പണ്ട് പറഞ്ഞ. മുസ്ലിങ്ങളിൽ തന്നെ ചില ആളുകൾക്ക് ഡൗട്ടുണ്ടാകും, ഇതൊക്കെ മൗലവിമാർ വെറുതെ വിടുന്നതാണോ എന്നുള്ള ഡൗട്ടുണ്ടാവും. അവർക്ക് പോലും തോന്നും പഠിച്ചോനെ ഇതൊക്കെ പണ്ടേ ഉള്ളതാണല്ലോ, പറഞ്ഞതാണല്ലോ, ഇസ്ലാം സത്യമാണല്ലോ എന്നവർക്ക് മനസ്സിലാകും. അപ്പൊ ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇസ്ലാം സത്യമാണ് എന്ന് മനസ്സിലായാൽ ഖബറിലൊരു ജീവിതമുണ്ട് എന്നവർക്ക് തിരിച്ചറിയും. ഇനി മരിച്ചാൽ ഖബറിൽ ചോദ്യമുണ്ട്. ദജ്ജാൽ വന്നു കഴിഞ്ഞു, ദജ്ജാലിനെ നമ്മൾ കണ്ടു. ഇനി എന്തായാലും നാളെ മഹ്ശറയിൽ ചോദ്യങ്ങൾ ഉണ്ടാകും, നരകമുണ്ടാകും, സിറാത്ത് ഉണ്ടാകും എന്ന് പേടിച്ച് കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ സൂര്യൻ എവിടുന്ന ഉദിക്കല്? പടിഞ്ഞാറുന്നല്ലേ അല്ലേ? കേൾക്കുന്നല്ലേ? അങ്ങനെ സൂര്യൻ കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നൊരു ദിവസം ഉദിക്കുന്നത് കാണാനിടയായാൽ, നാടിന്റെ പേര് ചെറുവട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്തുകാർ ഉടനെ തന്നെ പത്രത്തിലേക്ക് വിളിക്കും, ഓഫീസിലേക്ക് വിളിക്കും. ഇവിടത്തെ നമ്മുടെ നാടിൽ പടിഞ്ഞാറ് നിന്നാണ് സൂര്യൻ ഉദിച്ചത്. വീഡിയോകൾ വരും, ചാനലുകൾ വരും, പത്രങ്ങളിൽ വാർത്തകൾ വരും. അന്ന് കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. ഇത് ഇസ്ലാം പണ്ടേ പറഞ്ഞതാണല്ലോ. ചില ആളുകൾ അങ്ങനെയാണ്, കിട്ടിയാലേ പഠിക്കുള്ളൂ. ചില ആളുകൾക്ക് 4 കൊടുത്താലേ പഠിക്കുള്ളൂ. അങ്ങനെയുണ്ട്. ചോദിച്ചു വാങ്ങുന്ന ആളുകളൊക്കെ ഇല്ലേ, വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞു നിൽക്കും. കുറെ ചൊറിയുമ്പോ 4 കിട്ടും, അപ്പൊ അയാൾക്ക് മനസ്സിലാവും. കിട്ടേണ്ടത് കിട്ടുമ്പോ അയാൾ സ്ഥലം വിടും. അതേപോലെ ചില ആള് കിട്ടിയാലേ പഠിക്കുള്ളൂ. കണ്ണിന്റെ മുമ്പിൽ കാണണം. അതിനിപ്പോ മുഅ്മിൻ എന്ന് പറയണോ? കണ്ണിന്റെ മുമ്പിൽ കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ എങ്കിൽ അയാളെ വിശ്വാസി എന്ന് പറയണോ? അതിപ്പോ ആർക്കും വിശ്വസിച്ചൂടെ? ഏതൊരു മൃഗത്തിന് പോലും വിശ്വസിക്കാൻ കഴിയുന്ന വിഷയമല്ലേ ഏത്? കണ്ണിന്റെ മുമ്പിലുള്ളത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞത് അതൊരു ബുദ്ധിമാന്റെ ലക്ഷണമല്ല. അത് ഏത് അണ്ടംകമ്മികൾക്കും പറ്റിയതാണത്. ഞാൻ കണ്ടതേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നത്. പക്ഷേ വിശ്വാസി എന്ന് പറയുന്നത് അല്ലാഹു പറഞ്ഞ നമ്മൾ കാണാത്ത വിഷയങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, നമ്മൾ അറിയാത്ത കാണാത്ത വിഷയങ്ങൾ അതിൽ നമ്മൾ വിശ്വസിക്കണം. ഖബർ നമ്മൾ കണ്ടിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു വൽ ഖബറു ഹഖ്ഖുൻ, ഖബർ യാഥാർത്ഥ്യമാണ്, ഖബറിൽ ചോദ്യമുണ്ട് എന്ന്, ഖബർ എടുക്കുമെന്ന്. ഖബറിലേക്ക് അല്ലാഹു തആല നല്ലവരല്ലെങ്കിൽ മോശക്കാരെങ്കിൽ അവിടെ ശിക്ഷകൾ നൽകുമെന്ന്. എത്രയോ നല്ല മയ്യിത്തുകൾ നമ്മൾ കാണുന്നുണ്ട്. ശരീരത്തെ മണ്ണ് തൊടാത്ത ശരീരങ്ങൾ വർഷങ്ങളായി. അതുപോലെ തന്നെ അല്ലാഹു ശിക്ഷിക്കുന്ന ഖബറിടങ്ങളും കാണുന്നുണ്ട്. വെക്കുന്ന ഖബറുകളിലെല്ലാം നിറയെ പാമ്പുകളാണ്. മാറ്റിയിട്ട് വേറൊരു ഖബർ കുഴിച്ചു, അവിടെയും പാമ്പാണ്. പിന്നെയും ഖബർ കുഴിച്ചു, അവിടെയും പാമ്പാണ്. ഇതൊക്കെ കണ്ടവരുണ്ട്. അതേപോലെ ഖബർ കുഴിച്ചു തുറന്നു നോക്കിയ ഉടനെ തീജ്വാലകൾ കൊണ്ട് നിറഞ്ഞ് കത്തിക്കറിയുന്ന ഖബറും കണ്ടവരുണ്ട്. അപ്പൊ നമ്മൾ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങളല്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഖബറുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. നരകമുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. സിറാത്ത് പാലമുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? നബിച്ചങ്ങൾ ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു മിഥ്യല്ല, ഇതൊരു കിംവദന്തികളല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടം അവിടെയുണ്ട്. ആർക്ക് വേണമെങ്കിലും പോയിട്ട് കാണാം. നബിച്ചങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, നബി ജനിച്ച സ്ഥലം കാണാം, മക്ക. നബിച്ചങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയ ഹിറാ ഗുഹ കാണാം. നബിച്ചങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഒളിച്ചിരുന്ന ശത്രുക്കൾ കടന്നു വന്നപ്പോൾ ഒളിച്ചിരുന്ന സൗർ എന്ന ഗുഹ കാണാം. നബിച്ചങ്ങൾക്ക് കല്ലെറിഞ്ഞ ത്വായിഫിന്റെ മണലാരുണ്യങ്ങൾ കാണാം. അള്ളാഹു
അള്ളാഹുവിന്റെ ഹബീബിന് കുടൽമാലയിട്ട സ്ഥലങ്ങൾ കാണാം, നബിതങ്ങൾ കിടന്നുറങ്ങിയ വീട് കാണാം, നബിതങ്ങളുടെ മിമ്പർ കാണാം. എല്ലാം കണ്ണുകൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റും. നബിതങ്ങൾ എല്ലാ വിഷയങ്ങളും അവിടെയുണ്ട്. സംസം വെള്ളം അവിടെയുണ്ട്, ഹജറുൽ അസ്വദ് അവിടെയുണ്ട്, മഖാം ഇബ്രാഹിം അവിടെയുണ്ട്. ഒന്നും കെട്ടുകഥകളല്ല, ആരോ എഴുതിയുണ്ടാക്കിയ കഥകളല്ല, നോവലല്ല. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. അവരുടെ ശേഷമുള്ള സ്വഹാബാക്കളുടെ കബറിടങ്ങൾ അവിടെയുണ്ട്, താബിഈങ്ങളുടെ കബറിടങ്ങൾ അവിടെയുണ്ട്. ആദം നബിയുടെ കബറിടമുണ്ട്, മൂസാ നബിയുടേത്, ഏത് പ്രവാചകന്മാരുടെ കബറിടങ്ങൾ വരെയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾക്കൊന്നിലും സംശയമില്ല. നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, അല്ലാഹു ഇറക്കി തന്ന ഖുർആനാണിത്. ആ ഖുർആൻ പറഞ്ഞതിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. ഇതിനെന്തിനാ ഡൗട്ട്? എന്ത് സംശയമാണ് നമ്മൾക്ക് വേണ്ടത്? ഖുർആൻ പറഞ്ഞത് അതുപോലെ നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ ദജ്ജാലും പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമ്പോഴും യഅജൂജ് മഅജൂജ് പുറപ്പെട്ടാലും ദാബത്തുൽ അർള് പുറപ്പെട്ടാലും ആ സമയത്ത് കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്നാണ് ചാനലുകളിലെ വാർത്തകൾ കാണുമ്പോൾ കടന്നു വരുമെന്നാണ്. ചന്ദ്രൻ പിളർന്നു എന്നതിന് പോലും വ്യക്തമായ അടയാളങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ അല്ലാഹു തആല ഖുർആനിലൂടെ ആയത്തിറക്കിയത്. ശത്രുക്കളായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണെങ്കിൽ, നിങ്ങൾക്ക് അമാനുഷികമായ കഴിവുകളുണ്ടെങ്കിൽ ആ കാണുന്ന ചന്ദ്രനെ 2 കഷ്ണമാക്കി പിളർത്തി കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഒന്ന് മുകളിൽ, ഒന്ന് ഹിറാ ഗുഹയുടെ താഴെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ആവശ്യപ്രകാരം ചന്ദ്രനെ 2 കഷ്ണമാക്കി പിളർത്തി കൊടുക്കുകയാണ്. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്, ഇതാ ലോകം അവസാനത്തോടടുത്തിരിക്കുകയാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോവുകയാണ്. കാരണം എന്തേ? ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിരിക്കുന്നു എന്ന്. ഇത് പറഞ്ഞപ്പോൾ ആരാണ് വിശ്വസിച്ചത്? നമ്മളിത് ഓതുമ്പോൾ തന്നെ വിശ്വസിച്ചു. കാരണം ഖുർആനാണ്. ചില ആളുകൾക്ക് അത് വിശ്വാസമുണ്ടായില്ല, ചില യുക്തിവാദികൾക്ക് അതിൽ വിശ്വാസമുണ്ടായില്ല. എന്നാൽ ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലേ, അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ വാങ്ങിച്ചത്. ആദ്യമായി ആ ട്രാൻസ്ലേഷൻ വാങ്ങിച്ചിട്ട് ആ ട്രാൻസ്ലേഷൻ ഒന്ന് തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം ആദ്യം കണ്ട സൂറത്ത് ഇതാണ്, അന്ത്യനാൾ അടുത്തിരിക്കുകയാണ്, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിരിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം പരിശുദ്ധമായ മുസ്ഹഫ് മാറ്റിവെച്ച് പൂട്ടിവെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത്രയൊക്കെ നുണകൾ പറയാൻ, ഇതുപോലെയുള്ള കെട്ടുകഥകൾ പറയാൻ, ഇതുപോലെയുള്ള പച്ചക്കള്ളം പറയാൻ ഇസ്ലാമിനെ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ഇസ്ലാമിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പൂട്ടിവെച്ചു ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്നവർ. യൂട്യൂബിൽ പോയി, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ ഇയാളുടെ ജീവിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുകയാണ്, വീട്ടിലൊരു ദിവസം അദ്ദേഹം ഇങ്ങനെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാസയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോയ ആളുകൾ, അവിടെ പോയ ചർച്ച നടക്കുമ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ ചന്ദ്രനിലേക്ക് പോയപ്പോൾ ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്ന അടയാളങ്ങൾ ചന്ദ്രനിലുണ്ട്. അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും 2 കഷ്ണമായി പിളർന്നതിന്റെ അടയാളങ്ങൾ ബാക്കിയുണ്ട്. എപ്പോഴോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിട്ട് വീണ്ടും കൂടി യോജിച്ചതുപോലെ ചന്ദ്രനിൽ വെച്ച് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് ചാനലിന്റെ ചർച്ചയിലൂടെ ഈ ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ആ വാർത്ത കണ്ടപ്പോഴാണ് തന്റെ കസേരയിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അന്ന് ഞാൻ ഖുർആനിൽ വായിച്ചത് പച്ചക്കള്ളമല്ലല്ലോ, നാസയുടെ ആളുകൾ അവിടെ പോയി തിരിച്ചു വന്നിട്ട് അവർ കണ്ട യാഥാർത്ഥ്യം ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു എന്നത് യാഥാർത്ഥ്യമാണല്ലോ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഡേവിഡ് പിഡ്കോക്ക് എന്നവർ മൂസ പിഡ്കോക്ക് എന്ന് മാറിയ ചരിത്രം നമ്മൾക്ക് നമ്മുടെ ഗൂഗിളിൽ പോയാലും യൂട്യൂബിൽ പോയാലും കാണാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധമായ ഇസ്ലാം മിത്തുകളല്ല, കെട്ടുകടകളല്ല, നിറയെ യാഥാർത്ഥ്യങ്ങളാണ്, നിറയെ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു മനുഷ്യന് ഇസ്ലാമിനെ തള്ളിക്കളയാൻ, തള്ളിപ്പറയാൻ കാരണമായത് ഈ ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു എന്നുള്ളതാണ്. അതേ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു എന്ന കാരണത്താലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ ഇത് 2 കഷ്ണമായി പിളർന്നു എന്ന് നമ്മൾ കഷ്ണമാക്കി എന്തെങ്കിലും ഒരു ഈർച്ചവാള് കൊണ്ടെന്ന് നമ്മൾ മുറിച്ചു.
മുറിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ അതിന് പശ കൊണ്ട് അതിനെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഒരു അടയാളം കാണൂലേ? അതാ ആ ഒരു അടയാളമാണ് അവിടെ ഉള്ളത്. അള്ളാഹുവിന് വേണമെങ്കിൽ ഒരു അടയാളം പോലും ഇല്ലാതെ അതിനെ കൂട്ടിച്ചേർക്കാമായിരുന്നു. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹുവിന് വേണമെങ്കിൽ അവിടെ ഒരു അടയാളം പോലും ഇല്ലാതെ കൂട്ടിച്ചേർക്കാമായിരുന്നു. പക്ഷേ എന്തിനാണ് ആ അടയാളം ബാക്കി വെച്ചത്? 19 നൂറ്റാണ്ടിൽ ഈ രാജ്യത്ത് നിന്ന്, നമ്മുടെ ലോകത്ത് നിന്ന് ലക്ഷങ്ങളല്ല $മില്യൺ ചെലവഴിച്ചിട്ട് അവിടേക്ക് പോയത് വെറുതെയാണ് എന്ന് പറയാൻ കഴിയില്ല. ഈ ചർച്ചയിൽ ചോദിച്ചത് അമേരിക്കയിൽ $മില്യൺ ചെലവഴിച്ച് ഇങ്ങനെ ഒരു പ്രയത്നം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? കാരണം എത്രയോ മില്യൺ കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുമ്പോ നാസയിലേക്ക് പോയ ആ ഡോളറുകൾ കൊണ്ട് എത്രയോ ആളുകളുടെ പട്ടിണി മാറ്റാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് നാസയിലേക്ക് പോയ ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്കൊരു കാര്യം പഠിക്കാൻ കഴിഞ്ഞു എന്ന്. അഥവാ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2 കഷ്ണമായി പിളർന്നു, പിന്നെ അത് കൂടിച്ചേർന്നു എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന്. അഥവാ അമേരിക്ക ചെലവഴിച്ച $മില്യൺ അത് പരിശുദ്ധമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കാരണമായി. എന്നിട്ട് ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരൂല, തൗഫീഖ് ഇല്ലാഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന് തൗഫീഖ് ഉള്ളതുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി. അതുപോലെയല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പട്ടാളം, ഫിർഔനിന്റെ പട്ടാളമാണ് സാഹിറന്മാർ, മജീഷ്യന്മാർ. ഫിർഔനിന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഫിർഔനിനോട് ചോദിക്കുന്നുണ്ട്, ഫിർഔൻ അവർക്ക് ദൈവമാണ്, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഞാൻ നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ സാധാ ദൈവമൊന്നുമല്ല, അൽ അഅ്ല, ഏറ്റവും വലിയ ദൈവം. ചെറിയ ദൈവങ്ങൾ വേറെ ഉണ്ട്, ഞാൻ കഴിഞ്ഞിട്ടേ വേറെ ദൈവങ്ങളുള്ളൂ. അന റബ്ബുകുമുൽ അഅ്ലാ. അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാം പോയി ഫിർഔനിന്റെ മുഖം നോക്കി പറയുന്നത്, നിങ്ങളല്ല ദൈവം, അല്ലാഹുവാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന്. എന്നിട്ട് തന്റെ കൈകളിലുള്ള മാജിക്കുകളല്ല, തന്റെ കൈകളിലുള്ള മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തു. വടിയിടുമ്പോൾ വടികൾ പാമ്പാവുന്നത്, കൈകൾ പ്രകാശിക്കുന്നത്, ഇതെനിക്ക് എന്റെ ദൈവം ഒരു ദൃഷ്ടാന്തമായി, ഒരടയാളമായി, ഞാനൊരു പ്രവാചകനാണ് എന്ന ഒരു ലക്ഷണമായി എനിക്ക് തന്നതാണ്. ഫിർഔൻ കളിയാക്കി ചിരിച്ചു. ഇത് നമ്മുടെ നാട്ടിലുള്ള മജീഷ്യന്മാർ ചെയ്യുന്നൊരു മാജിക്കാണ്, ഇതിനെയാണോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞത്? എന്നിട്ടൊരു മത്സരം സംഘടിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ളൊരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് വലിയൊരു മത്സരം സംഘടിപ്പിക്കുകയാണ്. അഥവാ നാട്ടിലുള്ള എല്ലാ മജീഷ്യന്മാരെ കൊണ്ടുവന്നു, മാരണക്കാരെ കൊണ്ടുവന്നു, സാഹിറന്മാരെ കൊണ്ടുവന്നു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് മത്സരം തുടങ്ങുകയാണ്. എന്ത്? അവരുടെ കൈകളിൽ വടികളുണ്ട്, അവരുടെ കൈകളിൽ വള്ളികളുണ്ട്, കാറുകളുണ്ട്. ആ കാറുകൾ ഇടുമ്പോൾ അത് വലിയ സർപ്പങ്ങളായി മാറുന്നുണ്ട്, പാമ്പുകളായി മാറുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ല, അത് മാജിക്കാണ്, മജീഷ്യന്മാർ ചെയ്യുന്ന മാരണവിദ്യയാണത്. പക്ഷേ മൂസാ നബിയുടേത് മാജിക് അല്ല, അത് അള്ളാഹു ഒറിജിനൽ പാമ്പാക്കി മാറ്റുന്നതാണ്. ഒരു മാജിക്കാരന് മാജിക് അറിയാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മുതുകാടോ ആരെങ്കിലും വന്നിട്ട് രണ്ടോട്ട് എങ്ങനെയൊക്കെ ആക്കുമ്പോ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണും, ഓ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. പക്ഷെ ഒരു മജീഷ്യന് അയാൾ എന്ത് ചെയ്തു എന്നുള്ളത് ശരിക്കും തിരിച്ചറിയും. മാജിക് ചെയ്യുന്ന ആളുകൾക്ക് മാജിക് തിരിച്ചറിയാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മജീഷ്യന്മാരൊക്കെ വന്നിട്ട് മൂസാ നബിയോട് ചോദിച്ചു, മൂസാ നബിയെ തുടങ്ങട്ടെ, മത്സരം തുടങ്ങട്ടെ, ടോസ് ഇടാൻ പോവാൻ. ആരാ ആദ്യം? നിങ്ങൾ തുടങ്ങുന്നോ അല്ല ഞങ്ങൾ തുടങ്ങണോ ചോദിച്ചു. നിങ്ങൾ തുടങ്ങുന്നോ അല്ല ഞങ്ങൾ തുടങ്ങണോ മത്സരം? മൂസാ നബി പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളൂ. എന്നിട്ട് ഓരോ ആളുകൾ അവരവരുടെ മാജിക്കുകൾ കാണിച്ചു കൊടുത്തു. എന്തൊക്കെ മാജിക് എന്നുണ്ട്? ഒരു മനുഷ്യനെ 2 കഷ്ണമായിട്ട് പിളർത്തുന്ന മാജിക് ഇല്ലേ? ഒരു ബോക്സിനുള്ളിലുള്ള ആള് 2 വട്ടം ഡും ഡും നോക്കുമ്പോ ഇല്ലാതെ അപ്രത്യക്ഷമാവുന്നില്ലേ? ഇന്നത്തെ മാജിക്ക് കണ്ട പഠിച്ചോനെ ഒന്നും പറയണ്ട, ദജ്ജാലൊക്കെ വെറുതെ. അതുപോലെയുള്ള മാജിക്ക് എന്നൊക്കെ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് ചില മാജിക്കുകൾ. അപ്പൊ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഞങ്ങൾ തുടങ്ങട്ടെ. അവർ തുടങ്ങി. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന വടികളും കാറുകളും നിലത്തിട്ട് അത്ഭുതങ്ങൾ കാണിച്ചു. പാമ്പുകളായത് പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരുടെയും മാജിക് കഴിഞ്ഞപ്പോൾ മൂസാ നബി പറഞ്ഞു, ഞാൻ എന്റെ മാജിക്, എന്റെ മുഅ്ജിസത്ത് ഞാൻ കാണിക്കാൻ പോവുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടിയിടുമ്പോൾ അത് കണ്ണിൽ പൊടിയിട്ടതല്ല, ജനങ്ങളുടെ കണ്ണ് തെറ്റിക്കുന്ന ഒരു മാരണ വിദ്യയല്ല. അത് ഒറിജിനൽ പാമ്പാണ്, മറ്റുള്ളതുപോലെയല്ല, ഇത് ഒറിജിനൽ പാമ്പാണ്.
ഇത് മജീഷ്യന്മാർക്ക് മനസ്സിലായി ഇത് ഒറിജിനലാണെന്ന്. ഉടനെ തന്നെ അവർ സുജൂദിൽ കടന്നു മുസ്ലിമീങ്ങളായി. മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മജീഷ്യന്മാരെല്ലാം പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എന്ന്. ഞാൻ പറയുന്നത് അത് തൗഫീഖാണ്. ഇവർ ആദ്യം വന്നത് ഫിർഔനിന്റെ സമീപത്തേക്കാണ്. ഫിർഔനിനോട് പറഞ്ഞു, നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇന്ന് ഞങ്ങൾ തന്നെ വിജയിക്കുമെന്നാ പറഞ്ഞത്. ആ ഫിർഔനിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വിജയിച്ചാൽ ഞങ്ങൾക്കുള്ള സമ്മാനം എന്താണ് എന്ന്. അപ്പൊ ഫിർഔന് പറഞ്ഞ മറുപടി, നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ എന്റെ സ്വന്തക്കാരാണ്, നിങ്ങൾ എന്റെ സ്വന്തക്കാരാണ്. ലമിനൽ മുഖറബീൻ, എന്റെ സ്വന്തക്കാര്. നിങ്ങൾ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരുള്ളൂ. ആയിക്കോട്ടെ, എന്നാ ഇന്ന് ഞങ്ങൾ എന്നെ ജയിച്ചോളൂ. അവരാണ് സുജൂദിൽ കടന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. വേറെ അവിടെയുള്ള ആളുകൾക്ക് മുസ്ലിമീങ്ങളാവാൻ ഭാഗ്യം ലഭിച്ചില്ല. അഥവാ ഞാൻ പറയുന്നത് ഇതൊരു തൗഫീഖാണെന്ന് മനസ്സിലാക്കണം. എത്രയോ മുസ്ലിമീങ്ങളായ ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ യുക്തിവാദത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന കാലമാണിത്. യുസ്ബിഹുൽ മുഅ്മിനു കാഫിറൻ വയുംസി കാഫിറാ. ഒരാൾ യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. രാവിലെ സുബ്ഹി നിസ്കരിക്കാൻ എണീറ്റ ഒരാൾ, ജമാഅത്തിന് പള്ളിയിൽ പോയ ഒരാൾ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകുന്ന കാലമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതുപോലെ മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്ന് വഅദൊക്കെ കേട്ട ഒരാൾ രാവിലെ ആകുമ്പോഴേക്കും കാഫിറായി പോകുന്ന കാലമാണിത്. നിരീശ്വര വിശ്വാസത്തിലേക്ക് പോകുന്ന കാലമാണിത്. ഇസ്ലാമില്ല, ദൈവമില്ല, റബ്ബില്ല, സൃഷ്ടാവില്ല എന്നിങ്ങനെയുള്ള വാദങ്ങളുമായി തള്ളിപ്പറയുന്ന കാലമാണിത്. എനിക്ക് പറയാനുള്ളത് തൗഫീഖാണ്, ഇതൊരു ഭാഗ്യമാണ്, ഇതെല്ലാവർക്കും കിട്ടൂല. ആ ഡേവിഡ് പിഡ്കോക്കിന് ലഭിച്ച, ഡേവിഡ് പിഡ്കോക്ക് എന്നവർ മൂസാ പിഡ്കോക്കായി മാറിയത് അദ്ദേഹത്തിനുള്ളൊരു തൗഫീഖാണ്. മജീഷ്യന്മാർ മുസ്ലിമീങ്ങളായി മാറിയത് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന തൗഫീഖാണ്. അതുപോലെ ഞാൻ പറയുന്നത്, ചില ആളുകൾ ദൃഷ്ടാന്തങ്ങൾ കൺമുന്നിൽ വന്നാലും അവർ മനസ്സിലാക്കൂല. ചില ആളുകൾക്ക് കണ്ടാലേ മനസ്സിലാക്കുള്ളൂ. ഏതായാലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഞാൻ മുസ്ലിമാവാം, ഞാൻ മുസ്ലിമാവാം എന്ന് പറഞ്ഞ് കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരുടെ ഇസ്ലാം അള്ളാഹു സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരാളുടെ ഈമാനും ഉപകരിക്കൂല. ലം തകുൻ ആമനതു മിൻ ഖബൽ, മുമ്പ് വിശ്വസിച്ചവരുടെ വിശ്വാസം മാത്രമേ ഉപകരിക്കുള്ളൂ. അല്ലാത്തവരുടെ ഈമാൻ, അഥവാ ദജ്ജാലിനെ കണ്ടാൽ, യഅജൂജ് മഅജൂജിനെ കണ്ടാൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് കണ്ടാൽ ഞാൻ മുസ്ലിമാവാമെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അള്ളാഹു സ്വീകരിക്കില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അതിനും മുമ്പേ നന്നായി ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇദാ വഖഅത്തിൽ വാഖിഅ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, ആ ഖിയാമത്ത് നാളിനെ തള്ളിക്കളയാൻ, നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഖാഫിലത്തുർ റാഫിഅ, ചില ആളുകൾ അന്ന് ഉയർന്നവരാണ്, ചില ആളുകൾ അന്ന് താഴ്ന്നവരാണ്. ഇവിടത്തെ അധികാരികളും ധിക്കാരികളും അഹങ്കാരികളുമെല്ലാം ഒരുപക്ഷേ ഇവിടെ അള്ളാഹുവിനെ പേടിക്കാതെ ജീവിച്ചവരാണെങ്കിൽ അണുക്കളെ പോലെ, ചെറിയ അണുക്കളെ പോലെ മനുഷ്യരെ വരെ ചവിട്ടിക്കൊണ്ട് നടക്കുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ ചെറിയ അണുക്കളെ പോലെ ഇവിടെ വലിയ വലിയ രാജാക്കന്മാരാണ്, നേതാക്കന്മാരാണ്, അഹങ്കാരത്തോടെ അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ധിക്കാരികളാണെങ്കിൽ ആഖിറത്തിലെത്തിയാൽ അണുക്കളെ പോലെ ജനങ്ങൾ അവരെ ചവിട്ടി മെതിച്ചുകൊണ്ട് നടക്കുമെന്ന് പറയുന്നുണ്ട്. ഖാഫില, അവരവിടെ തീരെ സ്ഥാനമില്ലാത്തവരാണ്. എന്നാൽ ഇവിടെ ജനങ്ങൾക്കിടയിൽ സ്ഥാനങ്ങളൊന്നുമില്ലെങ്കിലും അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകളുണ്ട്, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചവരുണ്ട്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ, അങ്ങനെ തഖ്വയിൽ ജീവിച്ചാൽ അത്തരം ആളുകൾ ഉയർന്നവരായിരിക്കും. അവർക്ക് അള്ളാഹു എന്തെന്നില്ലാത്ത മഹത്വം നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഖിയാമത്ത് നാള് സംഭവിച്ചു കഴിഞ്ഞാൽ 3 വിഭാഗങ്ങളായി ആളുകൾ മാറുമെന്നാണ്. വകുന്തും അസ്വാജാ സലാസ, നിങ്ങൾ 3 വിഭാഗങ്ങളായി മാറുമെന്നാണ്. അതിലൊന്നാമത്തേത് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷമാണ്. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, രണ്ടാമത്തേത് ഇടതുപക്ഷമാണ്.
ഇത് നിങ്ങളുടെ UDF-ഉം LDF-ഉം ഒന്നും അല്ലേ? നാളെ മാസ്റ്ററിൽ പോകുമ്പോ UDF-ഉം LDF-ഉം ഒന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചേക്കല്ല. വലതുപക്ഷം ഇടതുപക്ഷം. എന്താണ് വലതുപക്ഷം, എന്താണ് ഇടതുപക്ഷം? എന്താ വലതുപക്ഷം, എന്താ ഇടതുപക്ഷം? അല്ലാഹു പറയുന്നുണ്ട് 3 വിഭാഗമാണ് നാളെ മഹ്ശറയിൽ മനുഷ്യൻ. 3 വിഭാഗമാണ്. ഒന്ന് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാരാണ്. ഓ എന്തോരു ഭാഗ്യവാന്മാരാണവർ. പിന്നെയോ വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷക്കാർ, അവരുടെ കാര്യം കഷ്ടമാണ്. ഇടതുപക്ഷക്കാരുടെ കാര്യം കഷ്ടമാണ്. മൂന്നാമത്തേത് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് പ്രത്യേകമായി പ്രതിപാദിക്കാനുള്ള വിഷയം അതാണ്. നന്മയിലേക്ക് ഉളരുന്നവരാണവർ, നന്മ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണവർ, നന്മയുടെ വിഷയത്തിൽ ആവേശം കാണിക്കുന്നവരാണവർ. അത്തരം ആളുകൾ ഉലൈകൽ മുഖറബൂൻ, അവരെന്റെ സ്വന്തക്കാരാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. നേരത്തെ ഫിർഔൻ മജീഷ്യന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങൾ വിജയിച്ചാൽ എന്റെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞതുപോലെ എന്റെ സ്വന്തക്കാരാണ് ആര്? എപ്പോഴും നന്മയുടെ വിഷയത്തിൽ മത്സരിക്കുന്നവർ. എന്തൊക്കെയാണ് നന്മയുടെ വിഷയത്തിൽ മത്സരിക്കുക? എങ്ങനെയാണ് അല്ലാഹുവിന്റെ സ്വന്തക്കാരായി മാറുക? ആ ഒരു വിഷയമാണ് ഇനി നിങ്ങളോട് പറയാനുള്ളത്. ഏകദേശം ഒരു 10:55 ഒരു 11:30 ആകുമ്പോഴേക്കും ദുആ കൂടി കഴിഞ്ഞ് നിർത്താം ഇൻഷാ അല്ലാഹ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, മുഅ്മിനീങ്ങളെ വത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ദിവസത്തെ നിങ്ങൾ ഓർക്കണം. എന്താണ് വത്തഖൂ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അദാഉ മഫ്തറല്ലാഹ്. ഒന്നെണീറ്റിക്ക്, എല്ലാവരും ഒന്നെണീറ്റിക്ക്. തിരക്കുള്ളവരൊക്കെ പോയിക്കോളെ. അതല്ല, നിങ്ങൾ ഓരോരാൾ എണീറ്റ് പോകുന്നുണ്ട്. നല്ല തിരക്കുള്ളവരൊക്കെ പോയിക്കോളെ. അതിന്റെ ബാക്കിലുള്ള ആളുകൾക്ക് ഒന്ന് മുമ്പിൽ വരും. തിരക്കുള്ള ആളൊക്കെ പോയിക്കോളെ. തിരക്കില്ലാത്ത ആളുകൾ ഒന്ന് മുമ്പിൽ വന്നിട്ടിരിക്കും. ഇതിന് അരമണിക്കൂർ കൂടി ഉണ്ടാവും. കയറിയിരിക്കുക. ആ ബാക്കിലുള്ള ആളുകളൊക്കെ അടുത്ത് വാ, ഒന്ന് കയറിയിരിക്കും. നിങ്ങളൊക്കെ മുഖം കാണട്ടെ. കാസർഗോഡ് നിന്ന് വന്നിട്ട് ഇവിടെ എറണാകുളം വരെ എത്തിയിട്ട് നിങ്ങളൊക്കെ കാണാതെ പോകാന്ന് പറഞ്ഞാൽ മോശമല്ല. ഒന്ന് കയറിയിരിക്കുക. ബാക്കിലുള്ള ആളുകൾ, ചെറുപ്പക്കാരൊക്കെ ഒന്ന് മുമ്പിലേക്ക് വാ. സാബിഖൂനെ കുറിച്ചല്ലേ വഅദ് പറയുന്നത്? മുൻകടന്നവർ, അള്ളാഹുവിലേക്ക് മുൻകടന്നവർ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ, അള്ളാഹുവിന്റെ സ്വന്തക്കാർ. ഒന്ന് അടുത്ത് ഇവിടെ വാ. ചെറുപ്പക്കാർക്കൊന്ന് ഇവിടെ നിങ്ങളെ മുഖം ഒന്ന് കാണട്ടെ. കാസർഗോട്ടാരെ പോലെ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോലാണോ നോക്കട്ടെ. ആരാ ഗ്ലാമറൊക്കെ ഉഷാർ? കാസർഗോട്ടാരാണ്, എറണാകുളത്തുള്ള ആളാണ് നോക്കട്ടെ. വാ, എടുത്തു വാ. താടിയൊക്കെ ഇല്ല എല്ലാവർക്കും അല്ലേ? ചെറുപ്പക്കാർക്കൊക്കെ താടിയില്ലേ? കാസർഗോട്ടാരെ പോലെ ഇല്ലേ? എല്ലാവർക്കും താടിയൊക്കെ ഇല്ലേ? പ്രത്യേകിച്ചിട്ട് മുഖം കാണണം. എല്ലാവരുടെ മുഖം കാണണം. മുഖം കാണുമ്പോ അത് കേൾക്കുന്ന ആൾക്ക് എന്തുണ്ടാകും? ഇതിനോടൊരു കേൾക്കുമ്പോ അതിങ്ങനെ ഒരു ഉൾക്കൊള്ളണം എന്നുള്ള ചിന്തയുണ്ട്. നമ്മൾ എവിടെയോ പോയിരിക്കുമ്പോൾ അലക്ഷ്യമായ ചിന്തകളായിരിക്കും. നമുക്ക് ഇതിനെ കുറിച്ച് ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഇത് അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വഅദ് 2 മണിക്കൂറല്ല 3-4 മണിക്കൂർ പറഞ്ഞാൽ അവർക്ക് മടുക്കൂല. അതാണ് ഈ അടുത്ത് വന്നിരിക്കണം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ കൂടി ശ്രദ്ധിക്കെല്ലാവരും. ഇൻഷാ അല്ലാഹ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആ ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. വത്തഖൂ, എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ് നിർബന്ധമായ വിഷയങ്ങൾ ചെയ്യണം. അല്ലാഹു നിഷിദ്ധമാക്കിയത് ചെയ്യാനും പാടില്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, എന്തൊക്കെയാണോ അള്ളാഹു നിർബന്ധമാക്കിയത് അത് സമയത്ത് ചെയ്യണം. അള്ളാഹു ഹറാമാക്കിയത് ചെയ്യാനും പാടില്ല. എന്തൊക്കെ അള്ളാഹു നിർബന്ധമാക്കിയത്? ഒന്ന് നിർബന്ധമായ വിഷയങ്ങൾ എന്താ? നമ്മൾക്ക് ചെയ്യൽ നിർബന്ധമായ ഫർളായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നിസ്കാരമാണ്. നിസ്കാരം അള്ളാഹു നമ്മൾക്ക് നിർബന്ധമാക്കി. അത് സമയത്ത് തന്നെ ചെയ്യണം. തോന്നുമ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. നിസ്കരിക്കണം. അതൊരു 12 മണിക്ക് ബാങ്ക് കൊടുത്താൽ 12:30 മുമ്പായി നിസ്കരിച്ച് തീർക്കണം. 3:30 ബാങ്ക് കൊടുത്താൽ 4 മണിക്ക് മുമ്പേ തീരണം നിസ്കാരം. 12:30 കൊടുത്ത ബാങ്ക് നിസ്കരിക്കുന്നത് 3 മണിക്കാണെങ്കിൽ ആ നിസ്കാരത്തിനൊരു പ്രസക്തിയുമില്ല. സമയത്ത് നിസ്കരിക്കണം.
ഒന്നാമത്തെ വിഷയം വസ്സാബിഖൂന സാബിഖൂൻ, നന്മയിലേക്ക് മുൻകടക്കുന്നവർ. ആരാണവർ? അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ സമയത്ത് ചെയ്യുന്നവരാണ്. രണ്ടാമത്തേത് പരിശുദ്ധമായ റമളാനിലെ നോമ്പുകൾ, അതും സമയത്ത് ചെയ്യണം. സ്ത്രീകളുടെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയാൽ റമളാൻ കഴിഞ്ഞ ഉടനെ അത് ഖളാ വീട്ടണം. എന്തിനാ അടുത്ത റമളാനിലേക്ക് എന്തിനത് വെയിറ്റ് ചെയ്യുന്ന? എന്തിനാ? 5, 6, 7 നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത റമളാൻ വരെ എന്തിനാണ് കാത്തിരിക്കുന്നത്? അത് ഖളാ വീട്ടിക്കൂടെ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇന്നത്തെ ഇശാ നിസ്കാരം നമ്മൾ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് വന്നവരാണ്. ഇശാ നിസ്കാരം 8 മണിക്ക് 7:40 7:50 ബാങ്ക് കൊടുത്തു. ഇന്നിപ്പോ നമ്മള് ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു. നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ? അള്ളാഹു ചോദിക്കും എന്തേ ഇശാ നിസ്കരിക്കാത്തത് എന്ന്. അല്ല, ഞാൻ ശേഷം നിസ്കരിക്കാന്ന് വിചാരിച്ചു. അള്ളാഹുവിന്റെ തിരിച്ചു ചോദ്യം, 10 മണിയായിട്ടും എന്തേ നീ ഇശാ നിസ്കരിക്കാത്തത്? അതിന് നമ്മൾക്ക് മറുപടി ഉണ്ടാകുമോ? അതാ നിങ്ങൾ ആലോചിക്കേണ്ടത്. ശേഷം നിസ്കരിക്കോ ഇല്ല വേറെ വിഷയം. 10 മണി, 8 മണിക്ക് കൊടുത്ത ബാങ്ക് 10 മണി, 2 മണിക്കൂർ കഴിഞ്ഞു, എന്തുകൊണ്ട് നിസ്കരിച്ചില്ല? എന്ത് മറുപടിയാണ് പറയാൻ കഴിയുക? അതേപോലെ പരിശുദ്ധമായ റമളാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയ സ്ത്രീകൾ, നിങ്ങളൊരു ശവ്വാൽ മാസം കഴിഞ്ഞു, ദുൽഹിജ്ജ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ മരണപ്പെട്ടു പോയി എന്ന് സങ്കല്പിക്കുക. 2 മാസം കഴിഞ്ഞിട്ട് 6 നോമ്പ് നിങ്ങൾക്ക് ഖളാ വീട്ടാനുണ്ട്. അല്ലാഹു ചോദിക്കും നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ പറയും അടുത്ത റമളാൻ വരെ സമയമില്ലേ എന്ന് പറയും. ശരി തന്നെയാണ്. പക്ഷേ അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, 2 മാസത്തിനിടയിൽ എന്തുകൊണ്ടത് നോക്കി വീട്ടിയില്ല? അതിന് മറുപടി ഉണ്ടോ? 2 മാസം കഴിഞ്ഞില്ലേ, എന്തേ നീ ഖളാ വീട്ടിയ? അതിന് മറുപടിയുണ്ടോ മുഅ്മിനീങ്ങളെ? അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഫർളായ കാര്യങ്ങൾ പിന്തിപ്പിക്കാതെ സമയത്ത് തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ സക്കാത്താണ്. സക്കാത്ത് ഇന്നാണ് ഒരാൾക്ക് സക്കാത്തിന്റെ കണക്ക് ശരിയാവുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്താണ് ബിസിനസ് തുടങ്ങിയത്, ഈ വർഷമാകുമ്പോൾ 1 വർഷമായി. കഴിഞ്ഞ വർഷം ഇന്നത്തെ ദിവസമാണ് 1 ലക്ഷം രൂപ അക്കൗണ്ടിലിട്ടത്. ഇന്നത്തെ ഈ ദിവസത്തോടു കൂടി 1 വർഷമായി. അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ഇന്നാണ് നമ്മൾ. നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ അള്ളാഹു ചോദിക്കും എന്തേ സക്കാത്ത് കൊടുക്കാത്തത് എന്ന്. നാളെ കൊടുക്കാമെന്ന് പറയുമ്പോ എന്തേ ഇന്നലെ കൊടുക്കാത്തത്? മറുപടിയുണ്ടോ? അതേപോലെയാണ് ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞാൽ, ഹജ്ജ് നിർബന്ധമായ ആളുകൾ, ഓരോ ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമായാൽ ഉടനെ തന്നെ ഹജ്ജ് ചെയ്യണമെന്നാണ്. 2-3 വർഷം കഴിഞ്ഞയാൾ മരണപ്പെട്ടു പോയി, ഹജ്ജ് നിർബന്ധമായ ഒരാൾ, അള്ളാഹു ചോദിക്കൂലേ എന്തേ ചെയ്യാത്തത് എന്ന്? മറുപടി ഉണ്ടാവൂല. അതുകൊണ്ട് നിർബന്ധമായ കാര്യങ്ങൾ പിന്തിപ്പിക്കാതെ സമയത്ത് തന്നെ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പിന്നെയോ വതർക്കുമാ ഹറമല്ലാഹ്, അള്ളാഹു നിഷിദ്ധമാക്കിയത്, അള്ളാഹു ഹറാമാക്കിയത്, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാനും പാടില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഈ 3 വിഭാഗത്തിൽ പെടുന്നവർ? ആരൊക്കെയാണ്? ഒന്നാമത്തേത് അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരായ ആളുകൾ. സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ വസ്സാബിഖൂന അസ്സാബിഖൂൻ സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. അള്ളാഹുവിലേക്ക് മുൻകടക്കുന്ന അള്ളാഹുവിന്റെ സ്വന്തക്കാരായ ആളുകളിൽ ബഹുഭൂരിഭാഗം ആളുകളും ആദ്യകാലത്തുള്ളവരാണ്. അവസാന കാലഘട്ടത്തിലുള്ളവർ വളരെ കുറച്ചു പേര് മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യകാലത്തുള്ളവർ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിലുള്ളവർ മഹാന്മാരായ സ്വഹാബാക്കളാണ്. അള്ളാഹുവിന്റെ സ്വന്തക്കാരായ ആളുകൾ, അവർക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകത, സ്വർഗത്തിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂടെയാണവർ, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, സ്വഹാബാക്കളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്. അത്തരം ആളുകൾ മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂടെ ഏറ്റവും വലിയ സൗകര്യമാണ് അവർ ഉപയോഗിക്കുന്നത്. ഫിർദൗസ് എന്ന സ്വർഗത്തിലാണ് സാബിഖൂന സാബിഖൂൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സ്വന്തക്കാരുള്ളത്. പിന്നെയോ വസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരെന്ന് പറയുന്നത് അവരതിന്റെ താഴെയാണ്. ആദ്യത്തെ സമുദായത്തിൽ നിന്ന് വലിയൊരു വിഭാഗം, ഈ സമുദായത്തിലെ അവസാന ഭാഗത്തിൽ നിന്ന് വലിയൊരു വിഭാഗം. പിന്നെയോ വസ്ഹാബുശ് ശിമാൽ,
ഇടതുപക്ഷം എന്ന് പറയുന്നത് അവർക്ക് അള്ളാഹു നൽകുന്നത് നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയാണ്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ അള്ളാഹുവിന്റെ സ്വന്തക്കാരെന്ന് പറയുന്ന വസ്സാബിഖൂൻ അസ്സാബിഖൂൻ, ഈ വിഭാഗം ആളുകൾ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ മാലാക്കമാർ അവരിലേക്ക് ഇറങ്ങുമെന്നാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹു എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞ് തുമ്മസ്തഖാമു, പിന്നെ അള്ളാഹു പറഞ്ഞതുപോലെ ഒരാൾ ജീവിച്ചാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. അവർ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ്. എന്നിട്ട് മരിക്കാൻ പോകുന്ന അവരോട് പറയുന്നത് അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളിൽപ്പെട്ട ഒരാൾ മരിക്കാൻ കിടക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അവരുടെ ഭാര്യ തൊട്ടടുത്തുണ്ട്, അവരുടെ മക്കള് തൊട്ടടുത്തുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ചങ്ങാതിമാരുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരുമുണ്ട്. അസ്രായീൽ അലൈഹിസ്സലാം 500ഓളം മലക്കുകളുടെ അകമ്പടിയോടെയാണ് ആകാശങ്ങളിൽ നിന്ന് റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. ആ സമയത്ത് റൂഹ് പിടിക്കുന്ന സമയത്ത് തടയാൻ ഒരാൾക്കും കഴിയുന്നില്ലല്ലോ. ഉപ്പയെ രക്ഷപ്പെടുത്താൻ മക്കൾക്ക് കഴിയുന്നില്ല, ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ ഭാര്യയ്ക്ക് കഴിയുന്നില്ല, അതേപോലെ മക്കളെ രക്ഷപ്പെടുത്താൻ പിതാവിന് കഴിയുന്നില്ല, സഹോദരനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല, സഹോദരിയെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല, ചങ്ങാതിയെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. നമ്മുടെ മുമ്പിൽ വെച്ചാണ് അസ്രായീൽ അലൈഹിസ്സലാം റൂഹും പിടിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ പറയപ്പെട്ട അസ്ഹാബുൽ യമീൻ, അതുപോലെ അള്ളാഹുവിന്റെ സ്വന്തക്കാരായ വലതുപക്ഷക്കാരായ ആളുകൾ, മുഖറബീങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരോട് ഈ അസ്രായീൽ പറയുന്നത് നിങ്ങൾക്ക് പേടിക്കേണ്ട, പേടി വേണ്ട, ടെൻഷൻ വേണ്ട. എന്തിനാണ് പേടിക്കുന്നത്? ഖബറിടത്തിലേക്ക് പോകുന്നതിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ വീടിനെക്കാളും നല്ല വീടാണ് അവിടെ ഖബറിടത്തിലുള്ളത്. നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിടത്തിലുണ്ട്. നിങ്ങളുടെ ഭർത്താവിനെക്കാളും നല്ല ഭർത്താവ് ഖബറിടത്തിലുണ്ട്. മക്കളെക്കാളും നല്ല മക്കളുണ്ട്. അയൽവാസികളെക്കാളും നല്ല അയൽവാസികളുണ്ട്. നിങ്ങളുടെ ഖബറിടം ഇടുങ്ങിയതല്ല, വിശാലമാണ്. അങ്ങേയറ്റം കാണാത്ത, വലതുഭാഗത്തും ഇടതുഭാഗത്തും അങ്ങേയറ്റം കാണാത്ത വിശാലമായ ഖബറിടമാണ്. സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെട്ട് സ്വർഗീയ സുഖങ്ങളുള്ള ഖബറിടങ്ങളാണ്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളാണ്. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട എന്ന് പറഞ്ഞ് അസ്രായീൽ അലൈഹിസ്സലാം അവരുടെ സമീപത്തേക്ക് കടന്നു വരുമ്പോൾ അവര് പറയും, എന്നാൽ വേഗമൊന്ന് ഈ ദുനിയാവിൽ ആഗ്രഹിക്കുമൊന്ന് മരിച്ചു പോകാൻ. അവരെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമാണ്, അവരെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമാണ്. അള്ളാഹു അവരെ കാത്തു നിൽക്കുമെന്നാണ് പറഞ്ഞത്. ആർക്കാ മുഅ്മിനീങ്ങളെ ടെൻഷൻ ഉണ്ടാവുക? ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് പോകുന്നവർ സന്തോഷിക്കുകയല്ലേ ചെയ്യുക? ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് പോകുന്നവർ, അഥവാ പഴയ വീട്ടിൽ നിന്ന്, പഴയ തറവാടിൽ നിന്ന് പുതിയൊരു വീടിലേക്ക് കുടിയിരിക്കുന്ന ആളുകൾ സന്തോഷിക്കുകയല്ലേ ചെയ്യുന്നത്? അതേപോലെയാണ് നല്ല ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അയാളുടെ ഈ ചെറിയ വീടിൽ നിന്ന് വിശാലമായ വീടിലേക്കാണ് പോകുന്നത്. അയാൾക്കത് സന്തോഷമാണ്. പെട്ടെന്നും തന്നെ കൊണ്ടുപോകുമോ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനവരെ കാണാൻ ഇഷ്ടമാണ്. എന്നാൽ ഈ പറയുന്ന വഴിപിഴച്ചുപോയ ചമ്മാടികളായ ധിക്കാരികളായ ആളുകൾ, അള്ളാഹുവിനെ മറന്നുപോയ ആളുകൾ, കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കൈകാലുകൾ കൊണ്ട് തെറ്റുകൾ ചെയ്തു പോയ ആളുകൾ, കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ, ചെവികൾ കൊണ്ട് ഹറാമുകൾ കേട്ടു, മനസ്സുകൾ കൊണ്ട് ഹറാമ് ചിന്തിച്ചു, കൈകൾ കൊണ്ട് ഹറാമ് ചെയ്തു, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടുണ്ട്, തൗബ ചെയ്തിട്ടില്ല, കഞ്ചാവടിച്ചിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടുണ്ട്, തൗബ ചെയ്തിട്ടില്ല, വ്യഭിചരിച്ചിട്ടുണ്ട്, പ്രണയിച്ചിട്ടുണ്ട്, തൗബ ചെയ്തിട്ടില്ല, കൊലപാതകവും മോഷണവും നടത്തിയിട്ടുണ്ട്, തൗബ ചെയ്തിട്ടില്ല. അള്ളാഹുവിലേക്ക് മടങ്ങാതെ ധിക്കാരികളായി ചമ്മാടികളായി ജീവിക്കുന്ന ഒരാൾ മരണപ്പെട്ടു പോയാൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ അള്ളാഹു പറഞ്ഞു തന്നത്, ലാ തഖൂമുസ്സാഅതു ഹത്താ യൽഹറ മൗതുൽ ഫജഅ, ആളുകൾ പെട്ടെന്ന് മരിച്ചു പോവാതെ സൂചനകൾ ഉണ്ടാവൂല മുഅ്മിനീങ്ങളെ, ലക്ഷണങ്ങൾ ഉണ്ടാവൂല മുഅ്മിനീങ്ങളെ, രോഗങ്ങളായി കിടക്കേണ്ട അവസ്ഥയുണ്ടാവൂല. ഇരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്, ഉറങ്ങിയവരാണ് മരണപ്പെടുന്നത്. അതുപോലെ ഞാനുമായി ബന്ധമുള്ള ഒരാൾ, അദ്ദേഹം ജുമഅ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ
പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരുങ്ങിയതാണ് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി. കുളിച്ച് വൃത്തിയായി വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഇരിക്കുന്ന കസേരയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയതാണ്. ലാ തഖൂമുസ്സാഅ, ലോകാവസാനം സംഭവിക്കില്ല മുഅ്മിനീങ്ങളെ. ഹത്താ യദ്ഹറ മൗതുൽ ഫജഅ, ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോവാതെ ഉറങ്ങിയവർ രാവിലെ എണീക്കുമെന്ന് ഉറപ്പിക്കരുതേ. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലയോ? ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ, രാവിലെ എണീറ്റാൽ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുതേ. ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയുമെന്ന് ആരും വിചാരിക്കണ്ട. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമെന്നും ആരും വിചാരിക്കണ്ട. 2 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു വാദ കഴിഞ്ഞിട്ട് തിരിച്ചുപോയ 2 സഹോദരിമാർ ആക്സിഡന്റിൽപ്പെട്ട് അതിലൊരു സഹോദരി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്, സീരിയസ് ആണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ വാദ കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ ആരും തിരിച്ചെത്തുമെന്ന് വിചാരിക്കണ്ട. ഏകദേശം 400 കിലോമീറ്ററുകളോളം എനിക്ക് യാത്രയുണ്ട്. ഈ എന്റെ അവസ്ഥയടക്കം ഞാൻ പറയുകയാണ്. വാദ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എത്തുമെന്ന് ഉറപ്പില്ല. അള്ളാഹുവിന്റെ കൈകളിലാണ് എന്റെ ജീവിതമുള്ളത്. അതിനു മുമ്പ് മരണപ്പെട്ടു പോയാൽ ഞാൻ വല്ല അമലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ആഖിറത്തിലേക്ക് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തെറ്റിലായിരിക്കും മരണപ്പെട്ടു പോയാൽ നമ്മുടെ കാര്യം കഷ്ടമാണ്. എന്നാൽ നന്മ ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയാൽ പേടിക്കാനുമില്ല. തെറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ കാര്യം കഷ്ടമാണ്. എന്നാൽ ഒരാൾ നന്മ ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അയാൾക്ക് പേടിക്കാനുമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പെട്ടെന്ന് ആളുകൾ മരണപ്പെട്ടു പോകുന്ന കാലമായതുകൊണ്ട് എപ്പോഴും നന്മയിലായിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എപ്പോഴും നന്മയിലായിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഒരു തെറ്റ് വന്നാൽ ഉടനെ തന്നെ നന്മ ചെയ്ത് ആ തെറ്റിനെ മായ്ച്ചു കളയണം. ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ ഹറാമോ, ചെയ്യാൻ പാടില്ലാത്തതോ, കാണാൻ പാടില്ലാത്തതോ, തിന്നാൻ പാടില്ലാത്തതോ എന്തുമായാലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് വന്നു പോയാൽ ഉടനെ ഒരു നന്മ ചെയ്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ആ തെറ്റിനെ മായ്ച്ചു കളയണം. അഥവാ നമ്മുടെ അവസാനം എപ്പോഴും നന്മയായിരിക്കണം. തൊട്ടു മുമ്പ് ഒരു തെറ്റാണെങ്കിൽ അതിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്തിട്ട് നിങ്ങളുടെ അവസാനം എന്തു ചെയ്തു എന്ന് എപ്പോഴും നിങ്ങൾ ആലോചിക്കണം. രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇന്ന് അവസാനം ഞാൻ എന്താണ് ചെയ്തത്. സ്കൂളിലേക്ക് പോകുമ്പോൾ ചിന്തിക്കണം, അവസാനം എന്താണ് ചെയ്തത്. രാത്രി ഉറങ്ങുമ്പോൾ ചിന്തിക്കണം, ഇന്ന് അവസാനം എന്താണ് ചെയ്തത്. അവസാനം ചെയ്തത് തെറ്റാണെങ്കിൽ, അവസാനം ചെയ്തത് തിന്മയാണെങ്കിൽ, ആ തിന്മ ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ, ആ തിന്മ ചെയ്തുകൊണ്ട് ഒരാൾ അള്ളാഹുവിന്റെ വെളിയാളം വന്നാൽ അയാളുടെ കാര്യം കഷ്ടമാണ്. എന്നാൽ നന്മ ചെയ്ത് മരിച്ചാൽ അയാൾക്ക് പേടിക്കാനുമില്ല.